നമുക്കിതൊരു വീട് പോലെയാണ് എന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് ജെന്യൂനായിട്ട് പറയുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ആസ് എ ഹ്യൂമൻ ബീങ് അവർക്ക് ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഫീലിങ്സിന് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് കൂടെ നിൽക്കാൻ അവർ താല്പര്യപ്പെടും. സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാം, പഠിപ്പിച്ചു. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കുക എന്നുള്ളൊരു ആ മനോഭാവത്തിലൂടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരും. എനിക്ക് ബിസിനസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. ഫാമിലി സൈഡ്, ഫ്രണ്ട്സ് സൈഡ്, എല്ലായിടത്തു നിന്നും ഒരു നെഗറ്റീവ്സ് ആയിരുന്നു. ഈ 3 വർഷത്തോളം സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയായിരുന്നു. ഒരു 70% അച്ചീവ് ചെയ്തു. 6 months ഒക്കെ എടുത്തു ഒരു ഫസ്റ്റ് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ലേണിംഗ് നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. റൂട്ട് കോസ് ആ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുത്താൽ അവർ പിന്നീട് ഇങ്ങോട്ട് വരില്ല, അവർ തന്നെ സോൾവ് ചെയ്തു. നേരെ ടോപ്പിക്കിലേക്ക് വരാം. വലിയ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളും അധികം ചെയ്യുന്നില്ല, ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഇപ്പോൾ നമുക്കറിയേണ്ടത് പറഞ്ഞാൽ അൽത്താഫ് ഇപ്പോൾ ഈ ഒരു സൈനേജ് ഇൻഡസ്ട്രിയിൽ ഒരു മാർക്കറ്റ് ലീഡറാണ്. അപ്പോൾ ഇത് എത്തുന്നതിൻ്റെ മുന്നേ ലൈഫ് ജേണി എന്തായിരുന്നു? നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ്, പേരൻസ്, നിങ്ങളുടെ അപ്ബ്രിങ്ങിങ് എന്ന പോലത്തെ ആ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ ഫാദർ ഡ്രൈവറായിരുന്നു. ദുബായിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. പുള്ളി സൗദിയിലുണ്ടായിരുന്നു. നാട്ടിൽ ബസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു. പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് എന്നെ ദുബായ് കാണിക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ ഞാൻ പഠിച്ചു വളർന്നതെന്ന് വെച്ചാൽ 10th വരെ തൻബീഉൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. +2 അവിടെ തന്നെ കഴിഞ്ഞു. +2 കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തത്. IT-നോടും ടെക്കിനോടും കമ്പ്യൂട്ടറിനോടൊക്കെ കുറച്ച് കൂടുതൽ കമ്പം ആ സമയം മുതലേ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതുപോലെയുള്ള എന്ത് സംഭവമാണെങ്കിലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. IT റിലേറ്റഡ് ആയിട്ടോ അല്ല ഒരു ക്രിയേറ്റീവ് റിലേറ്റഡ് ആയിട്ടോ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അത്യാവശ്യം കുറച്ച് എന്തൊക്കെയോ വരയ്ക്കുമായിരുന്നു. വരച്ച് എവിടെയും കാണിക്കാനുള്ള വരക്കലല്ലെങ്കിലും നമ്മളായിട്ട് നമ്മൾ ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരാൾക്കാർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതിനെ വരച്ച് നമ്മളതിനെ ബ്രെയിനിലോട്ട് കയറ്റും. ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാണ്ട് ഇപ്പോൾ ഈവൻ ഫോണിൽ സംസാരിക്കുമ്പോഴും പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ആ സംസാരിച്ച കാര്യത്തിൽ എന്തെങ്കിലും കാര്യം വരച്ചിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് എന്തോ ഇതിൽ വരുന്നതാണ്. അപ്പോൾ അതിനോടൊരു കമ്പമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ വിചാരിച്ചു ഞാൻ MCA ഒക്കെ ചെയ്തതും സോഫ്റ്റ്വെയർ ഫീൽഡിലോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമെന്നൊക്കെയുള്ള ഒരു ഇതിലാണ് ചെറുപ്പം മുതലേ നമ്മൾ വന്നത്. പിന്നീട് +2 കഴിഞ്ഞു. ഡിഗ്രി BSc കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടി. അവിടെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ അവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ വന്നിട്ട് ഫാദർ ഇവിടെ ആയതുകൊണ്ട് ഗൾഫിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണോ അല്ല വേണ്ട ഞാൻ കണ്ടിന്യൂ ചെയ്യണോ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു MCയുടെ എൻട്രൻസിൽ ആദ്യത്തെ പിന്നെ അലോട്ട്മെൻറ്റ് തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. പിന്നെ LBSലും എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ആ സമയത്ത് ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പോയാൽ എനിക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉപയോഗിക്കണം, ചിലവുകൾ കൂടി. അപ്പോൾ ഫാമിലി സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ചിലവൊക്കെ കുറച്ച് നാട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ. പക്ഷെ അതൊരു തെറ്റായിപ്പോയെന്ന് പിന്നീട് മനസ്സിലായി. നാട്ടിലാകുമ്പോൾ നാട്ടിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ തലയിലായി. അപ്പോൾ പഠനത്തിൽ ശ്രദ്ധയിൽ പുലർത്തുന്നതിന് പകരം നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ നിന്ന് കിട്ടുന്നുള്ളത് വീട്ടിൽ ഡെയിലി വരും പോകുമ്പോൾ കുറച്ച്. പിന്നെ നമ്മുടെ LBS കോളേജിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും പൊളിറ്റിക്കൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരു നമുക്ക് പോകാനുള്ള മൂഡ് തന്നെ അവിടെ പോയി കിട്ടി. അപ്പോൾ MCA അങ്ങനെ എങ്ങനെയോ ഒരു ലെവലിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. അൽത്താഫ്, വീട്ടിൽ ആരൊക്കെയുള്ളതെന്ന് പറഞ്ഞില്ല? ഉപ്പ, ഉമ്മ, 2 പെങ്ങൾ, ഒരു അനിയൻ. 4 പേര് അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. ഓക്കെ. ഉമ്മ ഹൗസ് വൈഫാണ്. പെങ്ങന്മാർ 2 പേരും കെട്ടിച്ച് വിട്ടു അവിടെ തന്നെ. അനിയൻ എൻ്റെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സെയിം ഇൻഡസ്ട്രിയിൽ എൻ്റെ കൂടെ തന്നെ. പുള്ളി ഇപ്പോൾ സെയിൽസാണ് നോക്കുന്നുള്ളത്. പുള്ളിയെ ഞാൻ എനിക്ക് ശേഷം പുള്ളി ഏൽപ്പിക്കണമെന്നുള്ള രീതിയിൽ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്തതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ പുള്ളിയെ നിർത്തി ചെയ്തിട്ടുണ്ട്. പുള്ളി ഡിസൈനിങ് ആണ് പഠിച്ചു വന്നത്. ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു, സെയിൽസിൽ വർക്ക് ചെയ്തു, എസ്റ്റിമേഷനിൽ വർക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാത്തിലും വർക്ക് ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നോക്കുന്നത്? പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല, എന്നാലും അതൊരു സിസ്റ്റമാറ്റിക് ആയി വന്നിട്ടുണ്ട് കാര്യങ്ങൾ. ചെയ്ത കാര്യങ്ങൾ പിന്നിലോട്ടേക്ക് നോക്കുമ്പോൾ അതൊക്കെ ഫൈൻ, അടിപൊളിയായി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റഡീസിന് ശേഷം
എങ്ങനെയായിരുന്നു ജേണി? സ്റ്റഡീസിന് ശേഷം ഞാൻ MCA കഴിഞ്ഞ ഉടനെ റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്തില്ല. ആ സമയത്ത് ലാസ്റ്റ് പ്രോജക്റ്റൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ദുബായിലോട്ട് വന്നു. അബുദാബിയിലോട്ടാണ് വന്നത്. അപ്പോൾ ഫാദർ അപ്പോൾ ആ ടൈമിൽ ഫാദർ ഇവിടെ ദുബായിലായിരുന്നു. ഫാദറിന് അപ്പോൾ ഒരു അറ്റാക്ക് വന്നിരുന്നു. പിന്നെ കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് ഫാദറിന് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഓക്കെ, എന്നാലും അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്ക് കൂട്ടി ഇതിനൊന്നും നിൽക്കാണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസോ നാട്ടിൽ ചെയ്തു വരുന്നതിന് പകരം പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി വന്നു. ഇപ്പോൾ ഇവിടെ വന്നൊരു 3 മാസം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇൻ്റർവ്യൂസിനൊക്കെ പോയി. പക്ഷെ ഒന്നും റെഡിയായില്ല. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയില്ല. ഒന്നെങ്കിൽ പിന്നെ ഇനി എന്ത് കിട്ടിയാലും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഇത് ഏതായിരുന്നു, ഏത് ഇയറിലായിരുന്നു? 2009. അതെ. അപ്പോൾ 2009 പിന്നെ എൻ്റെ അബുദാബിയിൽ ഒരു കസിൻ ബ്രദർ ഉണ്ട്, ആക്സസ് അഡ്വർടൈസിങ്, ഷെരീഫാണ് ഓണർ. പുള്ളി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് തന്നു. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തന്നു. ആ കമ്പനിയും വളരുന്നൊരു കമ്പനിയായിരുന്നു. അതിൽ 4th ആളായിരുന്നു ഞാൻ. 2004 തുടങ്ങിയ കമ്പനിയാണെങ്കിലും 2009 വരെ അവരൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ സ്ലോലി നമ്മൾ ആഡ് ഓൺ ചെയ്ത് പ്രൊഡക്ട്സ്. പിന്നെ അതായത് അഡ്വർടൈസിങ് ഫീൽഡ് എന്ന് വെച്ചാൽ നമുക്കൊരു വെരി ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഫീൽഡാണ്. നമുക്ക് എന്തിനുണ്ട് വെച്ചാൽ ഒരു കാര്യം തന്നെ എപ്പോഴും ചെയ്യേണ്ടി വരില്ല. ഡെയിലി കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് വേറെ റിക്വയർമെന്റാണ്, ട്രെൻഡിങ് അതിനനുസരിച്ചുള്ള റിക്വയർമെന്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവരുണ്ടാക്കാൻ പറയും, നമ്മളത് ഉണ്ടാക്കും. നാളെ വേറൊരു കാര്യമാണ്. അങ്ങനെ ഡെയിലി പഠിക്കുകയാണ്, ചലഞ്ചാണ്. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. പുതിയ ഡിസൈനായിട്ട് വരും, ഇതിങ്ങനെ വേണം, അങ്ങനെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബുദാബിയിൽ അവർ ടൗൺഷിപ്പിൻ്റെ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശത്തിൽ അവരൊരു സിസ്റ്റം വെച്ചവിടെ ഈ ഫ്ലെക്സ് കാര്യങ്ങളൊന്നും അവിടുന്ന് വേണ്ട, ഒഴിവാക്കണം, 3D സൈനേജിലോട്ട് വരണം എന്നുള്ളത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആക്സസ് അഡ്വർടൈസിങ്ങിന് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനുള്ള ഇതൊക്കെ ചെയ്തു. അതിൻ്റെ പിറകെയായി അങ്ങനെയുള്ള വർക്കുകൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അതായത് ആ നിഷിൽ മാത്രം ഫോക്കസ് ചെയ്ത് 3D സൈനേജിലോട്ട് വന്നു. എന്താ വെച്ചാൽ അവിടെ ഫ്ലെക്സ് പാടില്ല, അവിടെ ബാക്കി കാര്യങ്ങൾ പാടില്ല. അതുവരെ നമ്മൾ ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പഠിക്കാനുണ്ട് നമുക്ക്. ആ ഫീൽഡ് ഇൻഡസ്ട്രി പഠിച്ചെടുത്തു അടിപൊളിയായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് കമ്പനിയുടെ ഗ്രോത്തിന് അത് ബാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു നിഷിൽ വന്നിട്ട് സമയത്ത് ഓക്കെ ഫൈൻ, നമുക്ക് എപ്പോഴും എൻക്വയറീസ് വരാൻ തുടങ്ങി. എപ്പോഴും അത് സെർവ് ചെയ്ത് നല്ല രീതിയിൽ ക്ലയൻസിന് കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 3D പുതിയത് വരാണ്. എല്ലാവരും ഫ്ലെക്സിലോട്ടും അക്രലിക് ബോർഡിലോട്ടൊക്കെ ചെയ്തുകൊണ്ടുന്ന സമയത്ത് ഇതെന്താണ് 3D, ഇതിൽ LED എന്താ വരുന്നത്, മൊഡ്യൂളാണോ സ്ട്രിപ്സ് ആണോ എന്താ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കത് നമ്മളത് പഠിച്ചെടുത്തു ചെറിയ സമയം കൊണ്ട്. അത് ആദ്യമൊക്കെ എവിടുന്ന് വാങ്ങിക്കണം എന്ത് വാങ്ങിക്കണം എന്നറിയില്ല. ഡ്രാഗൺ മാർട്ട് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്, LED വേൾഡിൽ അവരെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എക്സിബിഷൻസിനൊക്കെ വരും, കുറേ ചൈനീസ് ടീമിനെ പരിചയപ്പെടും, അവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് എടുത്തു. എന്താ വെച്ചാൽ മാർക്കറ്റിൽ കണ്ടമാനം പ്രോഡക്ട്സ് ഉണ്ട്, നമ്മൾ എത്തിപ്പെടുന്നില്ല എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ആ ഇനീഷ്യൽ സ്റ്റേജിൽ പഠിച്ചു വന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ പുതിയൊരു ട്രെൻഡ് വന്നു, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നു അവിടെ. അപ്പോൾ അതിലേക്ക് എല്ലാ ടീമും നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമല്ലോ തീർച്ചയായിട്ടും. കാരണം ഒരു നിഷില്ലാതെ ചെയ്യുന്ന ബിസിനസ്സും ഒരു നിഷിലേക്ക് ചെയ്യുന്ന ബിസിനസ്സും രണ്ടാണ്. അപ്പോൾ നിഷിലേക്കുള്ള ബിസിനസ് ആകുമ്പോൾ ആ നിഷിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഹയർ ചെയ്യാനും പിന്നെ അതിനൊക്കെ ആ ചലഞ്ചൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ആദ്യം സത്യം പറഞ്ഞാൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ നമ്മുടെ റിലേഷൻസിൽ ഉള്ള നല്ല പിള്ളേരെ സെലക്ട് ചെയ്തു, ആറ്റിറ്റ്യൂഡ് നല്ലതായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ സ്കില്ലല്ല അപ്പം നോക്കിയത്. എന്താ വെച്ചാൽ സ്കില്ല് നമുക്ക് വളർത്തിയെടുക്കാം, പഠിപ്പിച്ചെടുക്കാം. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറേ പേരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. എന്താ വെച്ചാൽ സ്കില്ലുള്ള ആൾക്കാർക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, നല്ല ആറ്റിറ്റ്യൂഡുള്ള പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം ഒരു ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. കുറച്ച് പേര് വന്നു, അവരൊന്നും ശരിയായില്ല, പിന്നെ മാറ്റി. പിന്നീട് അങ്ങോട്ട് അതായത് വളരാൻ ആഗ്രഹമുള്ള പിള്ളേരെ ഞാൻ ഇട്ടു ട്രെയിൻ ചെയ്തെടുത്തു. അതൊരു എനിക്ക് നല്ലൊരു ഇതായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ കൂടെയുള്ള പിള്ളേരൊക്കെ സ്കില്ല് പഠിച്ചെടുത്തു, അവരുടെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. അപ്പോൾ അവരെ നമുക്ക് കമ്പനിക്കായി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഘടകം. ഇപ്പോൾ ഈ റിലേറ്റീവ്സിനെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു സജഷൻ എന്താ?
കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരുമ്പോൾ വെറുതെ ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഞാനും ആ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പൊസിഷനൊന്നും ഉണ്ടായില്ല, അവൻ വന്ന് അവൻ എന്തായാലും കൊടുക്കുക, എന്നാ നീ ഇത് ചെയ്തോ. പക്ഷെ അതിന് പകരം സ്കില്ലുള്ള ആൾക്കാരെ, അതായത് ഒരു ഏതെങ്കിലും ഒരു പുള്ളിക്ക് അക്കൗണ്ട്സിന് എന്തെങ്കിലും ബേസിക്സ് ഉണ്ടെങ്കിൽ പുള്ളി ആ ഫൈനാൻസ് ടീമിലോട്ടേക്ക് ഇടാം. പുള്ളി ഗ്രോ ചെയ്തെടുക്കും. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും അടിപൊളിയാണെങ്കിൽ. അല്ല പുള്ളി എനിക്ക് ഡിസൈനിങ് അറിയാം, അല്ലെങ്കിൽ ആ സ്കില്ലുണ്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അങ്ങനെയാണെങ്കിൽ പുള്ളി ആ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടാം. അങ്ങനെ പുള്ളിയുടെ ഇതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ ബ്രദർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ ഒരുപാട് നാട്ടിലത്തെ ആൾക്കാരുണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു കണക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ബോണ്ടിങ് കാര്യങ്ങൾ, അപ്പോൾ അത് എത്രത്തോളം ഈസിയാണ്? റെസ്പോൺസിബിലിറ്റി ഇവരെടുക്കും. ഇവർ നമ്മുടേതായിട്ട് കണ്ട് റെസ്പോൺസിബിലിറ്റി എടുക്കും. ഫാമിലീസ് ആകുമ്പോൾ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ അതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇവരാകുമ്പോൾ അവർക്കൊരു ഇതാണ്, എന്താ അവർക്ക് വർക്ക് ചെയ്യാനുള്ള. ഇപ്പം എൻ്റെ കൂടെ എന്ന് വെച്ചാൽ അങ്കിളുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, വൈഫിൻ്റെ ബ്രദറുണ്ട്, പിന്നെ അതുകൂടാണ്ട് ട്വിൻസ്, അതുകൂടാണ്ട് കുറച്ച് ലോങ് അകന്ന ബന്ധുക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. ഈ ബന്ധുക്കളെക്കാളും കൂടുതൽ അവർ ആത്മാർത്ഥ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഡിപ്പെൻസ് ആണ്, അല്ലാത്ത ഒരു ഇതായി പറയാൻ പറ്റില്ല. എനിക്കിത് നല്ലത് കിട്ടിയോണ്ട് എല്ലായിടത്തത് അഡ്വൈസബിൾ അല്ല. ആക്ച്വലി സ്കില്ല് പറഞ്ഞ പോലെ ലേണബിൾ ആണ്, പക്ഷേ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അതെ നോക്കേണ്ട ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണത്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എൻ്റെ ഇതിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതെ അതെ, എൻ്റർലി ഡിഫറെൻ്റ് ആളുകൾക്ക് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് കഴിഞ്ഞു, നമ്മൾ അബുദാബിയിലെത്തി. ഓക്കെ, അബുദാബിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്നത്? അബുദാബിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് ഞാൻ ഡിസൈൻ പഠിച്ചു നല്ല രീതിയിൽ. എനിക്ക് ബേസിക് അറിയായിരുന്നു, പക്ഷെ എന്നാലും നല്ല രീതിയിൽ ഡിസൈൻ പഠിച്ചു. നല്ല രീതിയിൽ പിന്നെ സെയിൽസ് ട്രെയിനിങ് ഒക്കെ കിട്ടി, നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റി. കണക്ഷന് എങ്ങനെ ചെയ്യണം, കണക്ട് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്, എങ്ങനെ പോയി കണക്ട് ചെയ്യണം, അവർക്ക് എന്താണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. ആൾക്കാർ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കുക എന്നുള്ളൊരു ആ മനോഭാവത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വളരും. അതാണ് ഞാനത് പഠിച്ചത്. പിന്നെ എനിക്ക് കുറേ ആൾക്കാരുമായിട്ട് അവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്നുള്ള നല്ല നല്ല ഉപദേശങ്ങളും ഇതൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് വളരാൻ പറ്റി ഓരോ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർട്ടിങ് ഏത് കരിയറിലായിരുന്നു അബുദാബിയിൽ? ഞാൻ വന്ന സമയത്ത് എന്നോട് ജസ്റ്റ് ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്, അവരെ കൂടെ ഒന്ന് പ്ലോട്ടിംഗ് ഒക്കെ ചെയ്ത് പിന്നെ വരുന്ന കോൾസിനൊക്കെ അറ്റൻഡ് ചെയ്ത്, അതായത് ഒരു കസ്റ്റമർ സർവീസ് പോലെ അവർക്ക് എന്താ വെച്ചാൽ 4 പേരേ ഉള്ളൂ അവിടെ. അപ്പോൾ എല്ലാമായിട്ട് വർക്ക് ചെയ്യാൻ ഇതുപോലെ. പിന്നെ പെട്ടെന്ന് എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റി. ഞാൻ ഒക്ടോബറിൽ വന്നതാണെങ്കിൽ ഫെബ്രുവരി ആകുമ്പോൾ ലൈസൻസ് കൈ കിട്ടി. അപ്പോൾ ലൈസൻസ് കൈ കിട്ടിയുമ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ്. ഇവിടെ ലൈസൻസിനുള്ള പ്രത്യേകത അറിയാമല്ലോ. അപ്പോൾ പുറത്തു പോകാനും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അത് അറേഞ്ച് ചെയ്ത് സോഴ്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കാനൊക്കെ പറ്റി. ബാക്കി ഔട്ട്സോഴ്സ് ടീമുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം സെയിൽസിലോട്ടേക്ക് വന്നു. ലൈസൻസ് ഒക്കെ അവിടെ തന്നെയാണ്. എന്താ വെച്ചാൽ സെയിൽസിൽ വേറെ ഒരാളുണ്ടായിരുന്നില്ല. കമ്പനിക്ക് വരുന്ന എന്താണോ വർക്ക് അതുപോലെ നമുക്ക് ഗ്രോ ചെയ്യണമല്ലോ. അപ്പോൾ പ്രൊഡക്ഷനിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആൾക്കാരെ എടുത്ത് പോയി. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെയിൽസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സ്വയം ഇറങ്ങി എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്ന്. അപ്പോൾ അവിടെ നല്ല നല്ല കമ്പനീസുമായിട്ട് അബുദാബി എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ മാർക്കറ്റാണ്. ഇപ്പം ഈ ദുബായിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവിടുന്ന് വിട്ടിട്ടാണ് ദുബായ് തുടങ്ങിയത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് അബുദാബി വെരി സ്റ്റേബിൾ മാർക്കറ്റാണ്, എപ്പോഴും ഒരുപോലെയാണ്. പിന്നെ വരുന്നത് അവിടെ നിന്നുള്ള ആ ഒരു കരിയർ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ അവിടുന്ന് സെയിൽസിൽ വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു ലാസ്റ്റ് വരെ എന്തായിരുന്നു? ഞാൻ അവിടെ സെയിൽസ് വർക്ക് ചെയ്തു, സെയിൽസ് മാനേജറായിട്ട്, സെയിൽസ് ഡയറക്ടറായിട്ട് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു 42 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കമ്പനിയിൽ. ഫ്രം 4 to 42 in 7 years. ഞാൻ 7 വർഷമാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കമ്പനി പോലെയുള്ള എല്ലാ ഫ്രീഡംസും അവിടെ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ചെയ്യാനും കമ്പനീനെ ഗ്രോത്തിലോട്ട് കൊണ്ടുവരാനും ഞാൻ ഒരിക്കലും അവിടെ ഒരു എംപ്ലോയി ആയിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ എൻ്റെ കമ്പനി തന്നെയാണ്. കുറേ ആൾക്കാർ വരെ, ഈവൻ കസ്റ്റമേഴ്സ് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് നമ്മുടെ അവിടെ ഒരു സെയിൽസ് മാനേജർ ഉണ്ടായിരുന്നു, നദീം, പിന്നീട് എടുത്തത്. അപ്പോൾ നദീമിൻ്റെ കൂടെ ഞാൻ ഡീൽ ചെയ്ത ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ പോയി ഒന്ന് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അൽത്താഫ് പോകുന്നു വെച്ചാൽ അൽത്താഫിൻ്റെ അല്ലേ കമ്പനി എന്ന് വരെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്രീഡമും ഇതും കിട്ടി നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. പിന്നെ അവിടുന്ന് ഇറങ്ങാനുള്ളത് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഫ്രീലാൻസ് ആയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്ത് പോക്കറ്റ് മണിക്കുള്ള കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് അവിടെ മൊബൈൽ എടുത്ത് മറിച്ച് വെക്കല്, പിന്നെ അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് റെഡി ആക്കി കൊടുക്കല്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം IT റിലേറ്റഡ്, കമ്പ്യൂട്ടർ അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് അസംബിൾഡ് കമ്പ്യൂട്ടറല്ല, മറ്റേ കമ്പ്യൂട്ടറിന് വില കൂടുതലാണ്. അപ്പോൾ ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അസംബിൾഡ് കമ്പ്യൂട്ടർ ചെന്നൈ പോയി അതിന് കേസ് എടുത്തു, അതിനുള്ള ഹാർഡ് ഡിസ്ക് വേറെ എടുത്തു, അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്തിരുന്നു. ഞാൻ അത്യാവശ്യം അതിലൊക്കെ ടെക്നിക്കലി കുറച്ച് ഗുഡായിരുന്നു ആ സമയത്ത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഇറങ്ങി ഓൺ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങി. അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് നമുക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് പറഞ്ഞാൽ ഓക്കെ ഒരു 80% നമുക്ക് അറിയാം അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ആ ഇറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ മൈൻഡ് സെറ്റ്? ഓഫ് കോഴ്സ് നമ്മുടെ ബിസിനസ് പോലെ തന്നെ നിങ്ങളുടെ ആ കമ്പനിയുടെ ബിസിനസ് ഓണറും ഇതേപോലെ വളരെ ട്രസ്റ്റഡ് ആയിരിക്കും നിങ്ങളായിട്ട്, അല്ലേ? ആൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കൊരു ചെറിയൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് നമ്മളോടൊരു ദേഷ്യം മാത്രമല്ല, പെട്ടെന്നൊരു പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല. പുള്ളി എന്നോട് പറഞ്ഞതാണ്, നീ ഇറങ്ങുമെന്നുള്ളത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റേതായൊരു ഇത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട്. ഞാൻ എത്ര ഇനി വർക്ക് ചെയ്താലും അവിടെ ചെയ്താലും ഞാൻ അവിടെ ഒരു വർക്കർ തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ സ്വന്തത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഒരു കമ്പനി എടുത്തു. അവന് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവനക്ക് അവിടെ കുറേ വർക്കൊക്കെ വരുന്ന കണ്ടതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ഒരു ലൈസൻസ് എടുത്തു അത് റൺ ചെയ്യാനൊക്കെ അവന് ശ്രമിച്ചു. അവന് റൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, അവൻ അറിഞ്ഞില്ല. എന്നോട് ഓൺലൈൻ, അതായത് ഫോണിലൊക്കെ വിളിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് സപ്പോർട്ടൊക്കെ എടുത്ത് ചെയ്തിരുന്നു. പക്ഷെ ഒരു വർഷമൊക്കെ അവർ പോയി, അവർക്കൊന്ന് റണ്ണായില്ലത്. അപ്പോൾ 2016 ഡിസംബറിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, ആ ലൈസൻസ് അങ്ങനെ എടുത്ത് നീ തന്നെ ചെയ്തു. എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. അൽത്താഫ് ആണെങ്കിൽ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങളെ ഫീൽഡിൻ്റെ ആക്ടിവിറ്റിയുള്ള ലൈസൻസും ആണ്. ഈ ലൈസൻസ് അൽത്താഫിൻ്റെ അടുത്ത് റൺ ചെയ്തോളൂ എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അത് പാർട്ട്ണർഷിപ്പ് ആണോ അതോ ജസ്റ്റ് കമ്പനി ഹാൻഡ് ഓവർ ആണോ? ആദ്യം പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് തന്നത്. അൽത്താഫിന് ഒരു ഷെയർ തരാന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. പിന്നെ അങ്ങോട്ടായി അവർക്ക് ആദ്യം തന്നെ ബിസിനസ് വരില്ലല്ലോ. ഇവർ കാണുന്ന അൽത്താഫ് എന്ന് വെച്ചാൽ അബുദാബിയിൽ വന്നു, ആ കമ്പനി വളരുന്നു, ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ അവർ വന്നു. പക്ഷെ എന്തായാലും ഒരു അബുദാബിന്ന് വിട്ടിട്ട് ഞാൻ ദുബൈയിൽ പുതിയൊരു സ്പേസിലാണ് വരുന്നത്. അപ്പൊ എനിക്ക് അവിടെ ആരെയാ കാണേണ്ടത്, ഇവിടുന്ന് സാധനങ്ങൾ എവിടുന്നാ കിട്ടേണ്ടത്. ഈവൻ ഒരേ എമറാത്ത് ആണെങ്കിലും നമ്മൾ അവിടെ ബിസിയിലുണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ദുബൈയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, പിന്നെ ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതെനിക്കൊരു 6 months ഒക്കെ എടുത്തു ഒരു ഫസ്റ്റ് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാണ്ട് ഞാനിവിടെ എത്തുന്ന സമയത്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഇറങ്ങി സെയിം ആക്ടിവിറ്റി സെയിം കാര്യങ്ങൾ ചെയ്യണ്ട. നമ്മൾ അവിടുന്ന് പഠിച്ചു വന്നതല്ലേ, അത് ചെയ്യണ്ട, വേറെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഉള്ള താല്പര്യത്തിൽ കുറേ ട്രയൽ ആൻഡ് എറർ നടന്നു. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ എനിക്കിതിനോട് ഞാൻ പറഞ്ഞില്ല, IT-നോട് കമ്പുള്ളതുകൊണ്ട് ഞാൻ വെബ്സൈറ്റും ഇതൊക്കെ ഉണ്ടാക്കി, സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ SEO ബാക്ക് ആൻഡ് വർക്ക്സും ഗൂഗിളിൽ ഗൂഗിൾ മൈ ബിസിനസിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് ഇപ്പോൾ പേര് മറന്നുപോയി. മൈ ബിസിനസ് ഒക്കെ പിന്നീട് വരുന്നതിന് മുമ്പ് ഗൂഗിൾ പ്ലേസോ വർക്ക് പ്ലേസ് അല്ല, പക്ഷെ പേരൊന്നും മാറിയതാണ്, എനിക്ക് ചെറിയ ഓർമ്മ അതില്ല. പക്ഷെ സെറ്റിംഗ്സ് അത് തന്നെയാണ്, ലൊക്കേഷൻ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ പോയി അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള താല്പര്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇനിയത്തെ ഇത് ബൂമിങ് അതാണ്, സോഷ്യൽ മീഡിയ ഒക്കെ ആണെന്നുള്ളൊരു അറിവിൻ്റെ പുറത്ത് ഞാൻ അതിലൊക്കെ നോക്കി 5-6 മാസം. പക്ഷെ
എനിക്ക് എന്തായാലും ഒന്ന് പിടുത്തം കിട്ടുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ വന്ന ഫീൽഡ് സൈനേജ് ആണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴും എനിക്ക് ഈ സൈനേജിൻ്റെ എൻക്വയറി തന്നെയാണ് എവിടെ പോയാലും കാണുന്നത്. നമ്മളിപ്പോൾ റോഡ് പോവുകയാണെങ്കിലും നമ്മൾ കണ്ണ് എപ്പോഴും സൈനേജിലോട്ടാണ് ഈ ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ. പിന്നെ എനിക്കതുകൊണ്ട് അതിനോടൊരു അത് തന്നെ എനിക്ക് വരാൻ തുടങ്ങി. ഞാൻ വേറെ എന്തിലോട്ട് പോയാലും എൻ്റെ ഫോക്കസ് മാറിയാലും എനിക്ക് കിട്ടുന്നതൊക്കെ സൈനേജ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ സ്ലോലി ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നത്. ആദ്യം എൻ്റെ അടുത്ത് ആളുണ്ടായിരുന്നില്ല, ഓൺമാൻ ഷോ ആയിരുന്നു. ഒറ്റ റൂമിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് പോലെ ആയിരുന്നു. അവിടെ തന്നെ ഞാൻ നിന്ന് അവിടെ തന്നെയായിരുന്നു ചെയ്തത് ജസ്റ്റ്. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ആണ് ഞാൻ ഡിസൈനറെ ആദ്യമായിട്ട് എടുക്കുന്നത്, ഫസ്റ്റ് ഡിസൈനർ. അതിനുശേഷം ഒരു കോർഡിനേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെടുത്തു, അതെൻ്റെ ഫ്രണ്ടായിരുന്നു. അതിനുശേഷം ഇൻസ്റ്റലേഷൻ ആളെടുക്കുന്നുണ്ട്. അങ്ങനെ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെ കൊടുത്തത്? തേർഡ് പാർട്ടിക്കാണ് ആദ്യമൊക്കെ ഔട്ട്സോഴ്സ് ചെയ്തു. ഷാർജയിലും മജ്മാലിലൊക്കെ പോയിട്ട് ടീംസിനെ ചെയ്യിപ്പിച്ചു. പിന്നെ എന്നിട്ട് എടുത്ത് സ്മാർട്ട് സോഴ്സിങ് ആയിരുന്നു. ഒറ്റയടിക്ക് ഒരാളെ ഏൽപ്പിച്ച് അങ്ങനെ വിടാറായിരുന്നില്ല. ഡിസൈനിങ് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ക്ലയൻറ്റിന് കൺഫർമേഷൻ എടുത്തു, പ്രൊഡക്ഷൻ ഫയൽ ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഉണ്ടാക്കാൻ കൊടുത്തു. എന്നിട്ട് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ടീമിനെ അവിടെ ലോക്കലി ചെയ്യുന്ന ടീമിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാലോ, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു സ്ട്രോങ് വൈ ഉണ്ടായിരിക്കണം ബിഹൈൻഡ്. അപ്പോൾ ആ ടൈമിൽ എന്തായിരുന്നു? ഫുൾ പ്ലാൻഡ് ആയിരുന്നോ അതോ വരുന്ന വഴിക്ക് കാണാമെന്നായിരുന്നു? വെരി പ്ലാൻഡിൽ ഒന്നും വർക്ക് ചെയ്തതല്ല. എനിക്ക് ബിസിനസ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അവിടെ അബുദാബി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലാണ്ട് പിന്നെ ഇതിനൊരു വൈ വേണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കണം, നല്ലൊരു സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളൊരു കമ്പനിയിലോട്ട് കൊണ്ടുവരണം. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തല്ലോ, 2009 മുതൽ 2015 വരെയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തില്ലേ. ആ സ്ട്രഗിൾ ചെയ്ത സംഭവത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു സിസ്റ്റം എസ്റ്റിമേഷൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും എന്താ വെച്ചാൽ ഓരോ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഓരോ പ്രോഡക്ട്സാണ് വരാം. അപ്പോൾ ഡെയിലി എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത്ര സ്ട്രഗിളാണ്. അതുപോലെ ഈ പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ സാധനം അവിടെ എത്തിയോ, അവിടെ നിന്ന് വാങ്ങിച്ചോ, ഇവിടെ എത്തിയില്ലേ, ടീം എവിടെ എത്തി. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ERP സിസ്റ്റം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഈ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ആ സമയത്ത് സ്ലോലി എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ തുടങ്ങി, പിന്നെ അതിനനുസരിച്ച് എന്തൊക്കെയാണോ കണക്ട് ചെയ്യുന്നത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ മെഷീനറി വാങ്ങിച്ചതായാലും എല്ലാം ഒന്നിച്ച് വാങ്ങിച്ച് സെറ്റ് ചെയ്തതല്ല. നമുക്ക് എന്താണോ ഇപ്പോൾ ആവശ്യം ആ സാധനം വാങ്ങിച്ചു, അതിനെ റൺ ചെയ്തു, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി, അടുത്തത് വെച്ചു, അടുത്തത് പ്രോഫിറ്റ് ഉണ്ടാക്കി, അങ്ങനെ 1 by 1 ആയിട്ട് തന്നെ ചെയ്തതാണ്. അതിൽ 2-3 സ്ഥലങ്ങളിൽ നമുക്ക് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ട്. വന്നതെന്താ വെച്ചാൽ ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അല്ല, ഈ സാധനങ്ങളും മെഷീനറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് നോക്കുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടുന്നില്ല. നമ്മുടെ അറിവില്ലായ്മയാണത്. എന്നിട്ട് അത് ഇവിടുത്തെ സർവീസ് സെന്ററിനെ വിളിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഇത് നമ്മളെ മെഷീനല്ല, ഇത് അവരെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ചലഞ്ചസ് ആ സമയത്ത് ഞാൻ ഇതാക്കി. അതിൽ നിന്ന് പഠിച്ചതാണ്. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് മെഷീനറീസ് എന്തായാലും വാങ്ങിക്കാറ്. പക്ഷെ നമുക്ക് സർവീസും സപ്പോർട്ടും കിട്ടണം. അല്ല, ആ ചലഞ്ച് എങ്ങനെയാണ് ഓവർകം ചെയ്തപ്പോൾ? അത് ഓവർകം ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ചൈനീസ് വാങ്ങിച്ച ടീമുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ ഓൺലൈനായിട്ട് കുറച്ച് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവിടെ വേറെ കമ്പനി, നമ്മുടെ ബിസിനസ് പോയിന്റ് എന്ന് പറയുന്ന കമ്പനി ഷാർജയിലുള്ള, അവരെ ടെക്നീഷ്യൻ വന്നിട്ട് നമുക്കത് റിപ്പയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തു. ഓക്കെ. ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ എൻ്റർപ്രണർഷിപ്പ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്ലാൻഡ് അല്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസുകൾ, എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ചലഞ്ചസും വരും. അപ്പോൾ എന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നു? അതായത് ഫോർസ് ഇപ്പോൾ ഇത്ര ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര സെയിൽ, അല്ലെങ്കിൽ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഐ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ആയിരുന്നോ? എങ്ങനെയാണ് നിങ്ങൾ ഇത് 1 step ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് മന്ത് മുതൽ അതിലൊക്കെ കുറച്ച് സിസ്റ്റമാറ്റിക്കലായിരുന്നു. അതായത് ഈ ഇയർ എനിക്ക് ഇത്ര ബിസിനസ് ചെയ്താലേ നെക്സ്റ്റ് ഇയർ അടുത്ത ഇതിലോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കി. ഒരു 70% അച്ചീവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ കുറച്ചു ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് വന്നതുകൊണ്ട്, അപ്പോൾ അടുത്ത വർഷം ഞാൻ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി കൂടുതൽ തന്നെ വെച്ച് ബഡ്ജറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ സെയിൽസ് കൊണ്ടുവരാൻ ഈവൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ കണ്ടമാനം നോക്കി, കുറച്ച് ലീഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കി. പിന്നെ അത്യാവശ്യം റീറ്റെയിലേഴ്സിനെ
അതായത് റീറ്റെയിൽ ക്ലയൻസിന് തന്നെ കണക്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഇൻറ്റീരിയർ കമ്പനിയുമായിട്ട് ഒന്ന് ഒരു കൊലാബറേഷൻ വെച്ചു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ സ്ലോലി സെയിൽസിന് ഓരോ ചാനൽസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ഒരുപോലെ ചിന്തിച്ച് അവിടുന്ന് വരുമെന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് വരണമെന്നില്ല. ഓരോ ഇത് മാറുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ ചാനൽസ് ക്രിയേറ്റ് ചെയ്ത് സെയിൽസ് കൊണ്ടുവരണം. എന്താ വെച്ചാൽ പൈപ്പ് ലൈനിൽ എപ്പോഴും നിറഞ്ഞിരിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു സുഖമുള്ളൂ. ഇല്ലെങ്കിൽ ബിസിനസ് വളരെ ഇതാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പ് ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്നല്ലോ നോക്കിയിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ ടൈമിലുള്ള മൈൻഡ് സെറ്റ്? എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 6 months കഴിഞ്ഞിട്ടാണ് ബില്ലിങ് വന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ 6 months ആണ് കേട്ടോ, 6 days അല്ല. അപ്പോൾ അത്രയും ചലഞ്ചിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് ഓവർകം ചെയ്തത്? എങ്ങനത്തെ മൈൻഡ് സെറ്റ് ആയിരുന്നു നിങ്ങൾ ഹെൽപ്പ് ചെയ്തത്? ഇല്ല, നമുക്ക് പിന്നെ ഇത് വരുന്നൊക്കെ സമയത്ത് വളരെ സൈഡിൽ നിന്നൊക്കെ, അതായത് ഫാമിലി സൈഡ്, ഫ്രണ്ട്സ് സൈഡ്, എല്ലായിടത്തു നിന്നൊരു നെഗറ്റീവ്സ് ആയിരുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് അവിടെ നിന്നാൽ മതിയായിരുന്നില്ല, അത്യാവശ്യം നല്ല ശമ്പളവും എല്ലാ ഫെസിലിറ്റീസും അവിടെ കിട്ടിയില്ലേ, നീ എന്തിനാ ഇവിടെ കച്ചവടമൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിൻ്റെ തെറ്റാണ്, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, എന്തായാലും പോയത് പോയി, നീ എവിടെയെങ്കിലും പോയി ജോലിക്ക് കയറുന്നു. എന്നോട് 2017 മുതൽ 20 വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ 3 വർഷത്തോളം സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയായിരുന്നു. 2019 ഒന്ന് മെച്ചം വെച്ച് റെഡിയായി വന്നതാ, അപ്പോഴേക്കും കൊറോണ വന്നു. അപ്പോൾ എൻ്റെ ആ സമയത്തൊക്കെ നമ്മുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ഉപ്പയും എൻ്റെ ഗ്രാൻഡ്മ ഒക്കെയാണ്. അവരൊക്കെ എന്നോട് പറയായിരുന്നു, പിന്നെ അത് കുഴപ്പമില്ല, ആൾക്കാർ പറയുന്നത് നോക്കണ്ട, നിനക്ക് എന്താണ് ഇഷ്ടം നീ അത് വെച്ച് ചെയ്തോ, നീ ഉഷാറാവും, എന്തായാലും നിനക്ക് അതിനുള്ള സ്കില്ലൊക്കെ ഉണ്ട്, നീ ബാക്കിയുള്ളവരതൊന്നും നോക്കണ്ട, നെഗറ്റീവ്സ് ഒന്നും നോക്കണ്ട, എന്തായാലും നീ ഉഷാറായിട്ട് നല്ല രീതിയിൽ ഉഷാറാവും, നീ ചെയ്തോ എന്നുള്ള അവരുടെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അതെ, ഗ്രാൻഡ്മ ഇപ്പോൾ റീസെൻ്റ്ലി മരിച്ചാണ്. അപ്പോൾ ആ മരിച്ച സമയത്ത് 2-3 ദിവസം ഞാൻ ഇതൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിച്ചു. എന്താ വെച്ചാൽ പഴയ കാര്യങ്ങൾ അപ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ വരാം. കുറേ ആലോചിച്ച് അതിനോട് കുറച്ച് ഇമോഷണലായി പോയി. നമ്മളെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ആണ്. ഞാനൊന്ന് സ്റ്റക്കായി പോയി. ഓക്കെ, കാരണം എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും നേടുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ല, അവർക്ക് നമ്മൾ നന്നായി കാണണമെന്ന് വളരെ ആഗ്രഹമുള്ള ആണല്ലോ. അപ്പോൾ അവർ എപ്പോഴും വിളിച്ചാലൊക്കെ നീ എങ്ങനെയുണ്ട്, നിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, നീ എങ്ങനായോ ഇങ്ങനായോ, എന്തൊക്കെ വാങ്ങിച്ചു, അവർക്ക് ചെറിയ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ, നീ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം, നമ്മൾ നന്നായി കാണണം ആഗ്രഹിക്കുന്ന ചിലവരൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു ജേണി പറഞ്ഞില്ല. അപ്പോൾ നിങ്ങളുടെ ബ്രദറൊക്കെ ഏത് ടൈമിലാണ് ജോയിൻ ചെയ്തിരുന്നത്? ബ്രദർ 2018 2017 കഴിഞ്ഞ് 2018 മൂന്നാമത് ആയിട്ടാണ് ആൾ വരുന്നത്, 3rd മെമ്പറായിട്ട്, 3rd or 4th മെമ്പർ. ഓക്കെ, ആ ടൈമിലുണ്ട്. ഇപ്പോൾ എത്ര ആളുണ്ട് ഇപ്പോൾ ടീമിൽ? 45 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സിസ്റ്റമാറ്റിക്കലാണ്. എൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവേണ്ട ആവശ്യം അവിടെ ഇല്ല. എൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് റൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അൽത്താഫ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ് ഡെവലപ്മെന്റ് മാത്രമാണ്. കുറച്ചും കൂടി എന്താ വെച്ചാൽ നമുക്കിപ്പോൾ സോർട്ട് ചെയ്തെടുക്കണമല്ലോ. നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇന്നത് മാത്രം വേണമെന്ന് പറഞ്ഞിട്ട് വന്നതല്ല. നമ്മളെല്ലാ ടൈപ്പ് ഓഫ് വർക്ക് നമുക്ക് കിട്ടുന്ന എൻക്വയറീസൊക്കെ സെർവ് ചെയ്തു. ക്ലയൻറ്റിന് ഇത് വേണമെന്ന് വെച്ചാൽ അത് കൊടുത്തു. അത് ഞാൻ ചെയ്യില്ല, ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ള ഒരു സിസ്റ്റമിൽ നമ്മൾ നിന്നിരുന്നില്ല. അപ്പോൾ എല്ലാത്തിലേക്കും അതുകൊണ്ട് കുറച്ചൊന്നും എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്ത് ചോദിച്ചാലും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ സോഴ്സ് ചെയ്യാൻ കുറേ സമയമൊക്കെ വേസ്റ്റ് ചെയ്ത് പോയി. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കമ്പനിക്ക് ഓവറോൾ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു സൈനേജ് നമ്മൾ ചെയ്യുന്നില്ല. ഈവൻ ഷോപ്പിംഗ് മാൾസിലായാലും അല്ല ഈവൻസിലായാലും അവർക്കൊക്കെ വേണ്ട ഷോപ്പ് ഫ്രണ്ട് സൈനേജും കാര്യങ്ങളുമാണ് ഇപ്പോൾ മെയിൻലി ചെയ്യുന്നുള്ളത്. അത് സ്റ്റാറ്റിക് ആയാലും ഡിജിറ്റൽ ആയാലും. ഓക്കെ, ഈവൻ LED സ്ക്രീൻസ്, സ്റ്റാൻഡീസ്, LED ഡിസ്പ്ലേസ് ഒക്കെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീം ഈ പറഞ്ഞ പോലെ തന്നെ 45 മെമ്പേഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവരായിട്ട് നിങ്ങളറിയാണ്ട് തന്നെ ഒരുപാട് ഇൻട്രാക്ഷൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ടും. അപ്പോൾ ഇവരുടെ നിന്ന് വരുന്നൊരു ഫീഡ്ബാക്ക് പറഞ്ഞാൽ വളരെ ഓർഗാനിക് അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, വി ആർ സോ ഹാപ്പി വിത്ത് ദിസ് മാനേജ്മെൻറ്റ്, നമുക്കിതൊരു വീട് പോലെയാണ്. പിന്നെ എന്ന രീതിയിലേക്ക് അവരെ കൊണ്ട് ജെന്യൂനായിട്ട് പറയുന്നുണ്ടെങ്കിൽ
വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? ഞാൻ വർക്ക് ചെയ്ത് വരുമ്പോൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്ക് ഈ ഫ്രീഡം വേണമായിരുന്നു. ആൾക്കാർക്ക് എപ്പോഴും എന്നോടിപ്പോൾ വന്നിട്ട് ചോദിക്കാൻ ഒരാൾക്ക് എങ്ങനെയുണ്ട് സുഖമാണെന്ന് തട്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലും ഫീലിങ്സ് അന്വേഷിക്കാൻ ഒരാൾ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് മുതൽ. ഇവരെ പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ഇവരെ ഗ്രോത്ത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈവൻ സാറ്റർഡേസ് നമ്മൾ വർക്ക് ചെയ്യാറില്ല. മീൻസ് സാറ്റർഡേസ് നമ്മൾ യൂസ് ചെയ്യും, അത് ലീവായിട്ട് കൊടുത്തില്ല. സാറ്റർഡേസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അവർക്കൊരു സെഷൻ കൊടുക്കും രാവിലെ തന്നെ. അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യാനോ അവരുടെ ചാലഞ്ചസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ആസ് എ ഫാമിലി നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ബിസി സമയത്തിനിടയിൽ നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം അവർക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാൽ എല്ലാവരും സാലറിയും എല്ലാവരും പിന്നെ ഒരു എന്താ പൊസിഷനിങ് ഒന്നും നോക്കില്ല. ആൾക്കാർക്ക് ആസ് എ ഹ്യൂമൻ ബീങ് അവർക്ക് ഫീലിങ്സ് ഉണ്ടല്ലോ. ആ ഫീലിങ്സിന് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അവർ കൂടെ നിൽക്കാൻ അവർ താല്പര്യപ്പെടും. ഓക്കെ ഓക്കെ. ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സുകളിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് ഓണേഴ്സിൻ്റെ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന മിക്ക സ്ഥലങ്ങളും നമ്മൾ കൂട്ടിമുട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഹാക്ക് എന്താണ്? ഒന്നുമില്ല, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ലേണിംഗ് നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്ന് വെച്ചാൽ ഈ ഇവൻറ്റ്സിലൊക്കെ പോകുന്ന സമയത്താണ് പുതിയൊരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ അല്ല പുതിയ ആൾക്കാരോ പിന്നെ ചില ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടാൽ കുറേ നമുക്കുമായിട്ട് നമ്മളെ ലൈഫുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളി ഇതാണ് ചെയ്തത്, നമുക്കിത് ചെയ്താൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്താൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പഠിക്കാം. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ കൂടുതൽ സമയം ഇതിന് ചെലവഴിച്ചത്. ഇപ്പോൾ ലേണിങ്സ് ആണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരുപാട് ട്രെയിനിങ് സെഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് മെൻറ്റർഷിപ്പും കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയക്കാണെങ്കിലും ടീമുണ്ട്, പിന്നെ ബാക്കി എന്താണോ ആരാണോ എക്സ്പേർട്സ് അവരെ ഹെൽപ്പ് നിങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ലേണിംഗ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള ലേണിംഗ്, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ പറ്റി ലേണിംഗ്, ആരെടുക്കണം ആരെടുത്തുവിടാം, ആരെ കൂടെയാണ് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ആരെ കൂടെയാണോ നമ്മളുള്ളത് നമ്മളതാവുന്നുള്ളതാണ് പറയാം അല്ലേ. പിന്നെ അപ്പം നമ്മളെ ടീം നല്ലതായിരിക്കണം അതുപോലെയുള്ള. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ്സ് എപ്പോഴും കിട്ടിയാൽ നമ്മുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. നമ്മുടെ ഗ്രോത്ത് അടിപൊളിയായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ടീം മെമ്പറും വേണം. നമ്മുടെ ഈവൻ ബ്ലൂ കളർ ജോബ്സ് ഉള്ള ആൾക്കാരായെങ്കിലും അവർക്കും ഇതിലുള്ള ആൾക്കാർ തന്നെ വേണം നമുക്ക്. എന്നാലും നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴും ഈ നെഗറ്റീവ്സും അവരെ ഇത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കേണ്ടി വരില്ലെങ്കിൽ കൂടുതലും ഇപ്പോൾ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അവരവരുടെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ പറയാം, പേഴ്സണൽ ആണെങ്കിലും. അപ്പോൾ ആ ടൈമിൽ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്? ആ സമയത്ത് അവർക്ക് കേട്ടു കൊടുക്കാം, ലിസൺ ചെയ്യണം അവരെ. എന്താ വെച്ചാൽ അവർക്ക് ലിസൺ ചെയ്ത് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാം. എന്താ വെച്ചാൽ ഒരു ഇഷ്യൂസും കൊണ്ടുവന്ന് അത് സോൾവ് ചെയ്താൽ അടുത്ത ഇഷ്യൂസും കൊണ്ട് പിറ്റേ ദിവസം വരും. ആ ഇഷ്യൂസ് വരാൻ ഉള്ള ഇഷ്യൂ ഇല്ലേ കാരണം റൂട്ട് കോസ്, ആ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുത്താൽ അവർ പിന്നീട് ഇങ്ങോട്ട് വരില്ല, അവർ തന്നെ സോൾവ് ചെയ്തോളും. അവർക്കൊരു ലീഡർഷിപ്പ് സ്കില്ല് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഇതിനുള്ള ഒരു ഇത് കിട്ടിയെന്ന് വെച്ചാൽ ആദ്യം മുതലേ ഇത് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, PC മുസ്തഫ നമ്മുടെ ഐ ഡി മുസ്തഫ, പുള്ളിയെ 2018-ലോ 19-ലോ ഒന്നും എനിക്ക് ഓർമ്മയില്ല, അജ്മാനിൽ വെച്ചൊരു ഹോട്ടലിൽ നിന്ന് ഞാൻ മീറ്റ് ചെയ്തിരുന്നു. പുള്ളിയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു, പുള്ളി വന്ന രീതി, പുള്ളി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാകുമ്പോൾ അത് എത്തിക്സിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയത് ഹോട്ടലിന്റെ. അപ്പോൾ സ്നാക്സ്, ആ സ്നാക്ക് വേണ്ട വാല്യൂസ്. അപ്പോൾ ആ ഒരു വാല്യൂസ് ഒക്കെ നമ്മൾ കേട്ട് ഇതുപോലെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ വാല്യൂസ് ഉള്ളിലുള്ള നമുക്ക് പുറത്തു വരാം. എല്ലാവരുടെ അകത്തും വാല്യൂസ് ഉണ്ടാവും, അവരവർക്ക് തന്നെ അറിയാത്തത്. അവരത് വാല്യൂസ് ആണ് ഇതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടോ അറിയിച്ചിട്ടോ ഉണ്ടാവില്ല, പക്ഷെ അകത്ത് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള. തീർച്ചയായും. ശരിക്കും ഐ ഡി മുസ്തഫയുടെ കേസ് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളീനായിട്ട്. ഫണി സ്റ്റോറിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അതുപോലെ അൽഫത്തൈമിൽ വർക്ക് ചെയ്ത ടൈമിൽ എനിക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടേ ഇരിക്കുക, അതായത് നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് പറയും, ഒരു സാധനം ഡെലിവറി ചെയ്യാനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ
വൈഫിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ സംഭവം, അത് കുഴപ്പമില്ല ഐഡിയിൽ നിന്ന് വന്നതാന്ന് പറഞ്ഞു. പിന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ടൈമിലിട്ട് 2020 അപ്പോൾ ആ ടൈമിൽ നമ്മൾ പൊറോട്ട വാങ്ങിയതിൽ ഒരു പൊറോട്ടയ്ക്ക് സൈസ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇവൾ കംപ്ലൈൻറ്റ് ചെയ്ത്. ഓക്കെ, കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ആ ടൈമിലുള്ള കസ്റ്റമർ കെയർ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു വലിയ കവറിൽ ആ ടൈമിലുള്ള മിക്ക പ്രൊഡക്ട്സും കോഫി പിന്നെ ആ ഉഴുന്നുവടയുടെ ആ ടൈമിലാണ് അവർ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു ഒരു കവറിൽ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അവള് ഹാപ്പിയായി. പക്ഷെ അവിടെ ഉണ്ടായൊരു സംഭവം പറഞ്ഞാൽ കസ്റ്റമർ കെയർ ഒരു പൊറോട്ടയ്ക്ക് സൈസ് ഇത്തിരി കുറവാണ്. അതൊക്കെ ഞാൻ അതാ പറഞ്ഞ ആ ഒരു വാല്യൂസ് ഒക്കെ നമുക്ക് ഇവരിൽ നിന്നൊക്കെ പഠിച്ചെടുക്കണം. എന്താ വെച്ചാൽ ഈ ലീഡേഴ്സ് എന്ന് വെച്ചാൽ ഇവർ വെറുതെ ഒരു പൊസിഷനിൽ എത്തിയല്ല, ആ വാല്യൂസ് മനസ്സിലുണ്ടെങ്കിൽ അവർ ഇനി ആരായാലും അവിടെ ആ ഒരു പൊസിഷനിൽ എത്തും. തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കാണിക്കാൻ വേണ്ടിയിട്ട് വാല്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലല്ല ഞാൻ പറഞ്ഞത്, ഇൻബിൽട്ട് വാല്യൂസ് ഉള്ള ആൾക്കാരില്ലേ അവരെ എവിടെയെങ്കിലും ഗ്രോത്തിലെത്തുള്ളൂ. ഒതന്റിക് ആയിട്ട് തീർച്ചയായിട്ടും. എന്നിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയും ചെയ്തു പുള്ളിക്ക്. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ ആ ടീം മെമ്പേഴ്സിനെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇന്ന ആളാണ് ഇവിടെയാണ് ഇവരൊക്കെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, ഐ റിയലി ഇംപ്രസ്ഡ് വിത്ത് യുവർ സർവീസസ് പറഞ്ഞിട്ട് ആളയച്ചു. ഞാൻ അങ്ങോട്ട് അയച്ചു, പുള്ളി താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ആ ടൈമിൽ ഞാൻ വർക്ക് ചെയ്യാണ്, അൽഫദൈമിൽ വർക്ക് ചെയ്യുന്ന ടൈമാണ്. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഇതുപോലുള്ള മെസ്സേജ് കിട്ടിയാൽ ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിച്ചത്. ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ ക്ലയൻറ്റ് റിവ്യൂസ് എടുക്കാൻ പോകുമല്ലോ, നമ്മളെ ക്ലയൻറ്റ് റിവ്യൂസ് എടുക്കാൻ പോകുന്നത് ആദ്യം ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് പറഞ്ഞ ആൾക്കാരുടെ അടുത്തല്ല, സാറ്റിസ്ഫാക്ഷൻ കുറവായിട്ട് പറഞ്ഞ ആൾക്കാർ. എന്ന് വെച്ചാൽ നമുക്ക് അതറിഞ്ഞാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സാറ്റിസ്ഫൈഡ് ആയി ഓക്കെ നമ്മൾ ക്വാളിറ്റിയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി അവർക്ക് കിട്ടി, അവർ ഇഷ്ടപ്പെട്ടു, അവർ റിവ്യൂ ചെയ്തു. അതിനേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധിക്കാറ് ഓക്കെ അവരൊരു എന്തൊരു 5 സ്റ്റാർ അല്ല 4 സ്റ്റാർ തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലൊരു സന്തോഷം ഇല്ലാതെ പോലെ തന്നെ. അപ്പോൾ അവരുടെ അടുത്ത് ഇത് അറിയാൻ വേണ്ടി പോകുമ്പോൾ അവർ ഇല്ല അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, അവർക്ക് നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ തന്നു എന്നുള്ള ആ ഒരു രീതി. പക്ഷേ സംസാരിച്ച് നോക്കുമ്പോൾ അവർക്ക് സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടും ഉണ്ടാവുന്നില്ല, ചലഞ്ചസ് ഒന്നുമില്ല. പക്ഷെ അവർ അതിനോട് വലിയൊരു ഇത് കാണിക്കാത്ത. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ NPS പറഞ്ഞുകൊണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാനവിടെ വർക്ക് ചെയ്ത ടൈമിൽ ഐ യൂസ് ടു റിപ്പോർട്ട് ടു ദ MD. അപ്പോൾ ആ ടൈമിൽ ഇവർ ഒമർ അൽ ഫത്തൈം ആണെങ്കിലും ഇവർ നോക്കുന്നത് NPS സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ അതേപോലെ എൻക്വയറി റേഷ്യോ എത്ര ലീഡ് വരുന്നുണ്ട്, അതിന് എത്ര കൺവേർഷൻ ആയി എന്നുള്ളത് ആ ടൈമിലിട്ടാ. അപ്പോൾ ഈ NPS സ്കോറാണ് ഇവർ ഫസ്റ്റ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ NPS സ്കോർ ഈ കസ്റ്റമറിൻ്റെ എത്രത്തോളം ഹാപ്പി ആണ് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ തന്നെ ഓക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഹാപ്പി, ദെൻ ആസ്ക് വൈ, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട് ഓഫ് 5 തരുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് വി നീഡ് ടു ഇംപ്രൂവ്. അപ്പോൾ ഇതിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് ദേ ക്യാൻ ബി ദർ, ഇത്ര പോകുന്ന കാര്യങ്ങളിലാണ് ഇവർ ടോപ്പ് പ്രയോറിറ്റി വെക്കുന്നത്. അതെ, ചില ആൾക്കാർക്ക് പക്ഷേ നമ്മളെ പറ്റിയിട്ട് കുറ്റം പറയാനും ഒരു മടിയാണ് ചില ആൾക്കാർക്ക്. അത് കറക്റ്റായിട്ട് കിട്ടിയാലേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഇത് ചെയ്യണ്ട എന്ന് അറിഞ്ഞാൽ അത് ചെയ്യാണ്ടിരിക്കാമല്ലോ നമുക്ക്. ഇത് ഞാൻ എപ്പോഴും കാണുന്നത് ഇപ്പോൾ കറക്ഷൻസ് ആണെങ്കിലും നമ്മുടെ പ്രൊഡക്ഷൻ ടീമിലാണെങ്കിലും നമ്മുടെ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടായിരിക്കാം ഇവർ വരുന്നത്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവർ ടച്ച് ചെയ്യുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാത്തൊരു രീതിയിലൊരു സാധനം വരുമ്പോഴാണ് ഇവർ ഒന്ന് ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ അല്ല അവർ ഉദ്ദേശിച്ചൊരു റിസൾട്ടിലോട്ട് വന്നിട്ടുണ്ടാവില്ല. അവരുദ്ദേശിച്ചെന്താണെന്ന് നമുക്ക് അറിയില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇൻഡെപ്ത് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ല. പക്ഷെ അവർക്കിത് കിട്ടാത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്ന് പറയുമ്പോഴാണ് അവർ വന്ന റിവ്യൂസ് പറയാം, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടിണ്ടായത് എന്നുള്ള. അല്ല, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും നമ്മൾ ഫോക്കസ് മണിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്തിരുന്നില്ല ആ ടൈമിൽ. കാരണം ഓക്കെ വി നീഡ് വർക്ക് സോ ദാറ്റ് വി വിൽ ഗെറ്റ് മണി. നമ്മുടെ സർവൈവൽ മോഡാണല്ലോ. വേറൊരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് പ്രൊഡക്ഷൻ ആണെങ്കിൽ. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പക്ഷേ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ പിന്നെ വരുന്നില്ല. പിന്നെ അടുത്ത കസ്റ്റമർ വരും, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ 8-10 ഇങ്ങനെ പോകുന്നല്ലാണ്ട്
പക്ഷേ അതായത് റിട്ടൻഷൻ ചെയ്തില്ല. റിട്ടൻഷന് വളരെ ഇതില്ല. ഇപ്പം നമ്മളെ ഇൻഡസ്ട്രി സർവീസ് ഇൻഡസ്ട്രി നമ്മൾ രണ്ടുപേരാണെങ്കിലും സർവീസ് ഇൻഡസ്ട്രിയിലാണ്. സർവീസ് ഇൻഡസ്ട്രിയിൽ കുറേ പുതിയ ക്ലയൻറ്റിനെ കിട്ടിയിട്ട് കാര്യമില്ല. ഉള്ള ക്ലയൻറ്റിനെ പ്രോപ്പറായിട്ട് സെർവ് ചെയ്താലേ നമുക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഇവർക്കൊരു പ്രൊജക്റ്റ് ചെയ്തു, അവർ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ അടുത്ത പ്രൊജക്റ്റിന് അവർ നമ്മളെ തന്നെ വിളിക്കും. നമ്മൾ അതും ചെയ്തോട്ട് സാറ്റിസ്ഫൈഡ് ആയാൽ ആ പ്രൊജക്റ്റിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നാലും ഇവർ നമ്മൾ റെഫർ ചെയ്യും. ആ റെഫറൻസ് വെരി ഹെൽപ്ഫുൾ ആണ്. അവിടെ പ്രൈസ് നോക്കില്ല, അവിടെ വേറൊന്നും നോക്കില്ല, ഇവർ ചെയ്താൽ മതി എന്ന് മാത്രമാണ് ക്ലയൻറ്റിനുള്ളൊരു ഇത്. ഓക്കെ, അപ്പോൾ അൽത്താഫിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എല്ലാ ക്ലയൻസും ഒരുപോലെ അല്ലല്ലോ, ഒരുപാട് പ്രൈസ് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ വരും. അതായത് നമ്മുടെ കൺസിഡറിൽ അവർ നമ്മൾ ചവിട്ടി മാർക്കറ്റിനെക്കാളും ചവിട്ടി പ്രൈസ് ഇങ്ങനെ എടുക്കുന്ന ക്ലയൻസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആദ്യമൊക്കെ ഓക്കെ എങ്ങനെയാണ് ഇവരെ വിട്ടാൽ എനിക്ക് വല്ല ക്ലയൻറ്റ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയിലൊക്കെ കുറച്ചൊക്കെ കൊടുത്ത് സാക്രിഫൈസ് നല്ലോണം ചെയ്തു. കുറേ വർഷങ്ങൾ 1-2 വർഷങ്ങളൊക്കെ അങ്ങനെ സാക്രിഫൈസ് ചെയ്തു. പിന്നെ ഞാൻ FRO ആയിട്ട് ഒരു കോച്ചിങ് സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ടാഗ് ലൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ദ പ്രോഫിറ്റ് ജനറേറ്റർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പ്രോഫിറ്റ് ജനറേറ്റർ ആണെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതി. അങ്ങനെയാണ് പുള്ളിയായിട്ട് ഒരു ഇത്. അപ്പോൾ പുള്ളി അതിനെ സിമ്പിളായിട്ട് കുറച്ച് പുള്ളിയുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വഴി ഞാൻ കോച്ചിങ് എടുത്തിരുന്നു പുള്ളിയുടെ. അത് പറഞ്ഞു തന്ന ശേഷം നമുക്ക് മനസ്സിലായി, നമ്മൾ വാല്യൂസ് കൊടുത്താൽ, നല്ലൊരു ബെനിഫിറ്റ്സ് അവർക്ക് കൊടുത്താൽ, അവർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്താൽ അവർ നമ്മളെടുത്ത് നിന്ന് എടുക്കും. അത് കൊടുക്കുന്നതിന് പകരം നമ്മൾ അവരെ ആ ടൈമിലുള്ള അവരെ ഇതിന് പ്രൈസിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇനീഷ്യലി നമ്മൾ ആ വർക്ക് എടുക്കുമായിരിക്കും, പക്ഷെ കൊടുത്തതിന് ശേഷം നമ്മൾ ആകെ ബേജാറാവും. എന്താ ഇത് ഇനി എങ്ങനെ വർക്കൗട്ട് ചെയ്യും, ഇതിൽ എനിക്ക് കോസ്റ്റ് നമുക്ക് ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ക്വാളിറ്റി കുറക്കേണ്ടി വരും. അപ്പോൾ ക്വാളിറ്റി കുറച്ചാലോ ലോങ് ടേമിൽ നമുക്ക് തന്നെ ഇത് പാരയായി മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള പരിപാടിക്കില്ല. നമ്മൾ പ്രോഫിറ്റിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കാനാണെങ്കിൽ ഐ ആം ഓക്കെ. എന്താ വെച്ചാൽ ക്ലയൻറ്റിനെ റിട്ടൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കുറച്ച് കൊടുക്കും, കുഴപ്പമില്ല. പക്ഷെ ക്വാളിറ്റി കുറച്ചിട്ടുള്ള ഒരു ലാഭത്തിനാണെങ്കിൽ ഞാൻ അതിൽ നിൽക്കാറില്ല. ആദ്യം തന്നെ അവരോട് നോ പറഞ്ഞ്, അതായത് ചില സ്ഥലത്തൊന്നും നോ പറയേണ്ടത് നമ്മൾ നോ പറഞ്ഞേ പറ്റുള്ളൂ. അത് അവർ നമ്മളെ ക്ലയന്റ് ആയിരിക്കില്ല, അതുകൊണ്ടാണ്. അതായത് നമ്മുടെ ക്ലയൻസിനെ ഫയർ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയും കൂടി നമുക്കുണ്ട്. വി ക്യാൻ ചൂസ്. അതെ, എന്താ വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മളെ ക്ലയൻറ്റ് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിരിക്കണം, നമുക്കൊരു മാർജിൻ ഇത്ര വേണം. എന്ന് വെച്ചാൽ നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയാലേ നടക്കുള്ളൂ, അല്ലേ? ഏതൊരു ബിസിനസ്. നമുക്ക് ഇവിടുത്തെ സംബന്ധിച്ച് നമുക്ക് ചിലവുകളുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, നമ്മുടെ സ്റ്റാഫിനെ കാല് കുത്തി കഴിഞ്ഞാൽ അപ്പം മീറ്റർ റണ്ണിങ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണമല്ലോ. എന്താ വെച്ചാൽ ഇത് ഒരു വിൻ എന്ന് പറയുന്നൊരു ഇത് നമ്മളെ രാജീവ് തെൽരാജ് ഉണ്ട്, ഇന്ത്യ വൺ ഓഫ് ദ കോച്ചാണ്. വിൻ പുള്ളി പറയാ എപ്പോഴും വിൻ ആയിരിക്കണം. ആദ്യം നമ്മുടെ കസ്റ്റമർ വിൻ ആയിരിക്കണം, പിന്നെ നമ്മുടെ എംപ്ലോയീസ് വിൻ ആയിരിക്കണം, പിന്നെ നമ്മൾ വിൻ ആയിരിക്കണം. ഇത് 3 വിന്നാണെങ്കിലുള്ള ഒരു ഫോർമുല വൈസ്ഡ് ഒരു പ്രോഫിറ്റ് നമുക്ക് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ 3 പേരെ വിന്നയിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഐദർ കുറച്ചു കൊടുത്താൽ കസ്റ്റമറെ വിന്നയിപ്പിക്കാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് എംപ്ലോയി ബോണസോ നമ്മുടെ ലാഭത്തിൽ നിന്നൊന്നും എടുക്കാൻ എംപ്ലോയിനും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ഈ വിൻ 3 ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിന് ഒരു സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിലേക്കുള്ള ഒരു ജേണിയിലാണ് നമ്മൾ. കസ്റ്റമറെ സന്തോഷിപ്പിക്കണം, നമ്മുടെ എംപ്ലോയീസിനെ സന്തോഷിപ്പിക്കണം, നമുക്കും സന്തോഷമാണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് 2 ഹീറോസ് അല്ലേ? ആസ് എ ബിസിനസ് ഓണർ 2 ഹീറോസാണ് ഉള്ളത്, ഒന്ന് എംപ്ലോയീസും പിന്നെ ഒന്ന് കസ്റ്റമർ. അപ്പൊ ഇവര് രണ്ടാളുടെ പെയിനും നമ്മൾ മനസ്സിലാക്കി ഇവിടെയും സോൾവ് ചെയ്ത് കൊടുക്കണം, ഇവിടെയും സോൾവ് ചെയ്ത്, എന്നാലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. തീർച്ചയായും. ഇല്ലെങ്കിൽ നമ്മൾക്കൊരു ടെമ്പററി ഗ്രോത്തോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ പോലെ ചിലവർക്ക് കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ അത് പറയാൻ പറ്റില്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല. തീർച്ചയായിട്ടും ഈ 2 മാത്രം പോരാ, 3rd വിന്നും കൂടി വേണം. അതായത് നമ്മൾ എഫേർട്ട് ഇടുന്നതിന് നമുക്കും ബെനിഫിറ്റ് കിട്ടും. ഇനി ചോദിക്കാൻ വരുന്നത് നമ്മുടെ ടീം, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഓൺ റിലേറ്റീവ്സ് ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ടീമിനായിട്ട് ടാക്കിൾ ചെയ്യുന്ന സമയത്ത് പലരും പല സ്ട്രെങ്ത് ആയിരിക്കും. അതെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് നിങ്ങൾ ഇന്ന സ്കില്ലുള്ള ആളുകൾ വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്? സോഫാർ പിന്നെ ആ സ്കില്ല് വെച്ചിട്ടല്ല, ഞാൻ പറഞ്ഞില്ലേ എംപ്ലോയീസൊക്കെ സ്കിൽ വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്കില്ലായിട്ടുണ്ട്, ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുത്ത്
ആ സ്കില്ലുള്ള ആൾക്കാരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇരിക്കുന്നുള്ളത്. ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് ആ സ്കില്ല് ഓക്കെ, അതായത് ഇപ്പോൾ അക്കൗണ്ടിങ്ങിലേക്കാണെങ്കിൽ അക്കൗണ്ട് സ്കില്ല്, പക്ഷെ നമുക്ക് ജെന്യൂൻ ആയിട്ട് ജനറൽ ആയിട്ട് നമുക്ക് ചില സ്കില്ലുകൾ ഉണ്ടാവില്ല. ചിലർക്ക് കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കാനായിരിക്കും, പക്ഷെ അവർ പഠിച്ചത് അക്കൗണ്ടിങ് ആണെങ്കിൽ പോലും. അപ്പോൾ എന്ന രീതിയിൽ നിങ്ങൾ മെഷർ ചെയ്യാറുണ്ടോ? എന്ന രീതിയിൽ വെച്ചാൽ നമ്മൾ ഇത് നോക്കും, ഈ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആൾക്കാർ മുന്നിലോട്ട് വരുന്നുണ്ടോ, അവർക്ക് ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നോക്കും. അവർക്ക് ലൈഫിൽ ആഫ്റ്റർ 5 years അവരെവിടെ എത്തിയിരിക്കണം, അവർക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ബാക്കിയൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ AI സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുമ്പ് ഞാൻ പഠിച്ച രീതി എന്ന് വെച്ചിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് പകരം സിമ്പിളായിട്ട് ചെറിയൊരു ഇത് കൊടുത്താൽ, ഈവൻ പ്രോംപ്റ്റ് കൊടുത്താൽ ChatGPT-ലോ ഇതിലൊക്കെ കിട്ടും. ഈവൻ ഡിസൈനിങ്ങിൽ പഴയ പോലെ എവറി മൈന്യൂട്ട് തിങ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു ബേസിക് ഐഡിയാസ് പ്രോംപ്റ്റ് കൊടുത്താൽ തന്നെ സാധനം കിട്ടും. പിന്നെ അതിനെ മോഡിഫൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ കുറേ സമയം സേവ് ചെയ്യാൻ പറ്റും. അപ്പം ചില എംപ്ലോയീസ് ഇതൊക്കെ പഠിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വരും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ പണി എളുപ്പമാക്കി തരുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളാണെങ്കിലും ടീമിലേക്ക് ആൾക്കാരെ ഹയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന വീഡിയോ റെസ്യൂമി ചോദിക്കും. അതായത് അവർ എങ്ങനെയാണ് പ്രസന്റേഷൻ, നമ്മൾ ഒരാളോട് സംസാരിക്കും, നിങ്ങളെ ഇൻഡസ്ട്രി അതായതുകൊണ്ട് അത് മസ്റ്റാണ്. അതെ, ഏകദേശം നമുക്കൊരു പിക്ചർ അവരുടെ ആറ്റിറ്റ്യൂഡ് ഏകദേശം അതിൽ കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡോപ്പ് ടെസ്റ്റ് എടുക്കും. അതായത് ഡോവ് ആണോ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിലൊരു 20 questions ഉണ്ട്. അപ്പോൾ അതിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടർ കിട്ടും. ഡോവ് ആണോ, ഈഗിൾ ആണോ, പീകോക്ക് ആണോ, ഔളാണോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊസിഷനും ആരാണ് ആപ്റ്റ് എന്നുള്ളത് വളരെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തരും യുണീക്കാണ്. പക്ഷെ നമ്മുടെ ആ ടീമിലേക്ക് ആരായിരിക്കും ആ പൊസിഷനിൽ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മൂപ്പർക്ക് അതിൻ്റെതായ സ്കില്ലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മാച്ച് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കമ്പനീനെ സംബന്ധിച്ച് നമ്മൾ ട്രൈ ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ്. അൽത്താഫ്, ഇനി നെക്സ്റ്റ് 3 years പ്ലാനിങ് അല്ലെങ്കിൽ 5 years പ്ലാനിങ് ഓൾറെഡി മൈൻഡിലുണ്ടോ? വേർ ആർ യു പ്ലേസിങ് ദ കമ്പനി, iDesign കമ്പനി ഇൻ ദ ഫ്യൂച്ചർ അപ്കമിങ് ഇയേഴ്സിൽ എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ദുബായിൽ ഇപ്പോൾ 3 branches ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. റാസൽ ഖൈമയിൽ ഒരു ബ്രാഞ്ച്, അബുദാബിയിൽ ഒരു ബ്രാഞ്ച്. റാസൽ ഖൈമത് ഇപ്പോൾ ലൈസൻസ് പ്രോസസ്സിന് പോയ സമയത്ത് നമ്മുടെ സെയിം പേരിൽ കുറച്ചൊരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് അവിടെ ഒരു പേരുണ്ട് എന്നുള്ള രീതിയിൽ അപ്രൂവൽ കിട്ടില്ല. വേറൊരു പേര് എടുത്തിട്ട് അവിടെ സൈൻ ലാബ് എന്നുള്ള പേരിൽ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ iDesign എങ്ങനെയാണോ വളർന്നത് ആ രീതിയിൽ സ്ലോലി വളരാനാണ് ഉദ്ദേശിക്കുന്നത്. റാസൽ ഖൈമ നല്ല ബൂമിംഗ് ആണ്. അവിടെ കുറേ പ്രോജക്ട്സ് വരുന്നുണ്ട്. നമ്മുടെ കാസിനോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച് ആ മർജാൻ ഏരിയ, ദെയ്ത്ത് ഏരിയയിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ തന്നെ നമ്മളും ഗ്രോ ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അബുദാബിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബുദാബി ലൈസൻസ് മസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ക്ലയൻറ്റിന് അബുദാബിയിൽ സപ്പോർട്ട്, ഇനി പുറത്തൊരു ടീമിനെ വെച്ച് സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് പ്രാക്ടിക്കലി നമ്മളെ ക്വാളിറ്റിയിലോട്ട് ഇനി വരുമോ ഇല്ല എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അബുദാബിയിൽ ഒരു ലൈസൻസും കൂടി. റിമോട്ടായിട്ട് അല്ല, നമ്മുടെ ടീം തന്നെ പോയി ചെയ്യും. പക്ഷെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അബുദാബിയിൽ ഒരു ലൈസൻസ് മസ്റ്റ് ആണ്, അബുദാബി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മളെ ക്ലയൻറ്റിന് ഇതേ ക്വാളിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോയി ചെയ്താലേ. അതെ, തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേ ടീം തന്നെ ബിൽഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു ഇൻസ്റ്റലേഷൻ ടീമിനൊന്ന് സെറ്റ് ചെയ്യണം. അവിടത്തേക്ക് അത്യാവശ്യം ഡിസൈൻ സപ്പോർട്ടിന് ഒരു ഡിസൈനർ വെക്കണം. അങ്ങനെ കുറച്ച് ഹയറിങ്സ് ഒക്കെ വരാനുണ്ട് ഇനി നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഹയറിങ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇനി അപ്കമിങ് എന്തൊക്കെ ഹയറിംഗ് ആണ് നമ്മുടെ കമ്പനിയിൽ? ഇപ്പോൾ ദുബായിലേക്കാണെങ്കിലും അബുദാബിയിലേക്കാണെങ്കിലും. ദുബായിലോട്ട് ഇപ്പോൾ സെയിൽസിൽ ഹയറിംഗ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഡെവലപ്മെൻറ്റിന്. പിന്നെ അബുദാബിയിലോട്ടാണെങ്കിലും ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റും വേണം, ഡിസൈനർ വേണം, സൈനേജ് ഇൻസ്റ്റാളർ വേണം, ഒരു ഡ്രൈവർ വേണം, പിന്നെ ഒരു ഹെൽപ്പർ. അങ്ങനെയാണ് അബുദാബിയിലോട്ട്. റാസൽ ഖൈമയിലോട്ട് ഇപ്പോൾ ഡിസൈനർ ഓൾറെഡി ഹയർ ചെയ്തു. ഇനി അവിടത്തേക്ക് ഒരു സെയിൽസ്, പിന്നെ അതുകൂടാണ്ട് ഒരു മെഷീൻ ഓപ്പറേറ്റർ, പിന്നെ അതുകൂടാണ്ട് ഒരു ഡ്രൈവർ, സൈനേജ് ഇൻസ്റ്റലേഷൻ ടീം ഒക്കെ അത് വേണം. പിന്നെ അതാണിപ്പോൾ UAE-ലോട്ടുള്ള പ്ലാന്. നെക്സ്റ്റ് ഇയർ മിഡോട് കൂടിയിട്ട് സൗദി റിയാദിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ലാ.
ഞാൻ ഇനീഷ്യലി സൗദി പോയി സ്റ്റഡി ചെയ്ത് വന്നതാണ്. ഒരു സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പ്രൊജക്ട്സ് ഒക്കെ ഉള്ള കംപ്ലീഷൻ ഡേറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ സൈനേജ് എന്ന് വെച്ചാൽ ഇൻ ദ എൻഡാണ്. അതായത് ഇപ്പോൾ ഒരു മാള് കംപ്ലീറ്റ് ചെയ്താൽ അതിന് ശേഷമാണ് നമുക്ക് മാള് തുടങ്ങുമ്പോൾ തന്നെ കമ്പനി തുടങ്ങിയിട്ട് കാര്യമില്ല വെച്ചിട്ട് ഞാൻ കുറച്ച് ഡിലേ ചെയ്തതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ മിഡ് ആകുമ്പോൾ സൗദിയിൽ റിയാദിൽ. എന്താണ് അവിടുത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ? എന്താണ്? അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. കണ്ടമാനം പ്രൊജക്ട്സ് പോകുന്നുണ്ട്. പിന്നെ കുറേ സൈനേജ് പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സ്കോപ്പ് ഉണ്ട്. കണ്ടമാനം പ്രൊജക്ട്സ് വരുന്നതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇപ്പോൾ സൈനേജ് ഇൻഡസ്ട്രിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അഡ്വൈസ് കൊടുക്കുന്നത്? സൈനേജ് ഇൻഡസ്ട്രിയിൽ പുതിയതായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടോ അല്ല വരുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. പിന്നെ അവർക്ക് മടിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ചാൽ ഈ ഇൻഡസ്ട്രി ബൂമിംഗ് ആണ്. ഇനി തൗസൻഡ്സ് ഓഫ് കമ്പനീസ് ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ ഏതൊരാളും പുതിയ ലൈസൻസ് പ്രോസസ് ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് ബേസിക്സ് ആയാലും സ്റ്റാമ്പ്, ബിസിനസ് കാർഡ്സ്, പ്രിൻറ്റിങ്, ഇതൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ വരുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും അതിനൊക്കെ നല്ലോണം സ്കോപ്പുകളുണ്ട്. ഈവൻ പ്രിൻറ്റിങ് ആയാലും അത് കഴിഞ്ഞ് സൈനേജിലോട്ട് വരും. അപ്പോൾ ഇനി പുതിയതായിട്ട് ബിസിനസ് എൻ്റർപ്രണേഴ്സും ഫൗണ്ടേഴ്സും കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് എല്ലാവർക്കും അതെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താ? ഇത് നമ്മളെ ഇൻഡസ്ട്രി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, പോസിറ്റീവായിട്ട് കാണുക. ഇനി എനിക്കൊരു കോമ്പറ്റീറ്റർ വന്നുകൊണ്ട് എൻ്റെ ബിസിനസ് കുറയാനൊന്നുമില്ല, നമുക്കത് കൂടുകയുള്ളൂ. ഇൻഡസ്ട്രിയിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടാകുമ്പോൾ പിന്നെ ക്വാളിറ്റി വൈസ് അവർ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആവും. ഹെൽത്തി കോമ്പറ്റീഷൻ വരും അവിടെ. പിന്നെ അല്ല, പുതിയ ഈ ഇൻഡസ്ട്രീനോട് പരിചയമില്ലാത്തതാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തുടങ്ങരുതെന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ഇയറെങ്കിലും ആ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞാൽ. എന്നുവെച്ചാൽ എനിക്ക് 2-3 എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ച് പേര് എന്നെ നാട്ടിൽ നിന്നും വിളിച്ചിരുന്നു, ഇവിടെ നിന്നും വിളിച്ചിരുന്നു. അൽത്താഫ്, ഞങ്ങൾ അവിടെ ഒരു ഓഫീസ് തുടങ്ങി, ആൾക്കാരൊക്കെ എടുത്തു, പക്ഷെ ഒന്നും അങ്ങോട്ടൊന്നും റണ്ണാകുന്നില്ല. അൽത്താഫ് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് നോക്കുക? ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഫോണിൽ പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ നമ്മൾ ഓരോ കാര്യം ട്രയൽ ആൻഡ് എററാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഓഫീസ് ഇട്ട് ഇവിടെ വന്നിരുന്നല്ല. നമ്മൾ സ്ലോലി വന്നുകൊണ്ട് ആ ഒരു പ്രോഗ്രസ്സിൽ നമുക്ക് അറിഞ്ഞില്ല എന്നേ ഉള്ളൂ. ആൾക്കാർ കാണുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമാണ് പോളിഷ് ചെയ്തിട്ടുള്ള അതാരും കാണുന്നില്ലല്ലോ. ഹാർഡ് വർക്ക് ഒന്നും ആരും കാണുന്നില്ല. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാലാണ് അയ്യോ ഇവന് ലക്കാന്ന് പറയും. The years of hard work I made, that is like. ഓക്കെ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലിങ്ക്ഡിൻ ആണെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയ പേജസ് ആണെങ്കിലും എല്ലാത്തിലും വളരെ എൻഗേജ്ഡ് ആയിട്ട് ഡിസൈൻ കാണുന്നുണ്ട്, ഈവൻ ഫോർ യുവർ വീഡിയോസ് ഓൾസോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു കോള് ആ ഒരു ട്രെൻഡിലേക്ക്? ഇപ്പോൾ എത്രത്തോളം ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പോലും ദ വ്യൂസ് വിച്ച് ഐ എം ഗെറ്റിംഗ് ഈസ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പോൾ ഡിസൈനിൻ്റെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് നമ്മുടെ ടീമായിട്ട് പ്രൊഡക്ഷനായിട്ട് പോവുകയാണെന്നുള്ളത്. പക്ഷേ അത് ഇട്ടതിന് ശേഷം അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അതായത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരുപാട് ആൾക്കാർ എൻ്റെ പ്രൊഫൈലിൽ വന്ന് ലിങ്ക്ഡിനിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ യു ആർ ഓൾ ഓവർ ദ പ്ലേസ്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം എന്താണ് നിങ്ങളുടെ സജഷൻ? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ മാറാമെന്നാണ്. നമ്മുടെ സറൗണ്ടിങ്സിൽ എന്താണോ, അതായത് പഴയ പോലെയല്ല. പഴയ ബിൽ ബോർഡ്സിൽ വലിയൊരു പോസ്റ്റർ ഇട്ടാൽ ആൾക്കാർ പോകുമ്പോൾ അതിന് കണ്ട് റീച്ച് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ്, TV അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ എവറിത്തിങ് ഈ സോഷ്യൽ മീഡിയ തന്നെ ആൽഗോരിതംസ് മാറി വരികയാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം ഡിഫറെൻ്റ് ആണ്, ലിങ്ക്ഡിനിൽ അവരുടെ ആൽഗോരിതം ആണെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക, നമ്മുടെ ഐഡിയൽ ഓഡിയൻസിലോട്ടേക്ക് നമ്മൾ എത്താം. ആ ഒരു ഇതാണ് നമുക്ക്. അല്ലാതെ എല്ലാവരും നമ്മളെ കണ്ടതുകൊണ്ട് നമുക്കത് മെച്ചം വേണമെന്നുള്ളൊരിതില്ല. ഇൻ ദ എൻഡ് ഇനി മാർക്കറ്റിംഗ് ആര് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം എന്തായിരിക്കാം? അവർക്ക് സെയില്, അവരെ ബിസിനസ് വളർത്താം. അത് ആ ഉദ്ദേശത്തിലാണ് ഇനി ആരാണെങ്കിലും മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മളും അതേ ഉദ്ദേശത്തിലാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷെ അതിലിപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ആൾക്കാരിടുന്നത് അവരുടെ ബ്രാൻഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ പറ്റില്ല. കച്ചവടം ആൾക്കാർ നമ്മളെ തേടി വരുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ അവിടെ കച്ചവടത്തിനായിട്ട് കൊണ്ടിരുന്ന് ഞാൻ ഇത് വിൽക്കാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം
നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് നല്ലൊരു ക്ലയൻറ്റ് ഇതിലേക്ക് എത്താം. നമ്മൾ ചെയ്യുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ കണ്ടമാനം ബ്രാൻഡ്സ് UAE-ലായിട്ടും GCC-യിലുണ്ട്. എല്ലാ ബ്രാൻഡ്സിൻ്റെ വർക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിൽ വളരെ ഒരു തുച്ഛം ബ്രാൻഡ്സിൻ്റെ വർക്കേ iDesign ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു റീച്ച് ഇനി അങ്ങോട്ടേക്ക് ഉണ്ട് എന്നുള്ളൊരു ഇത് നമുക്കറിയാലോ. പിന്നെ പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻബൗണ്ട് എൻക്വയറീസ് അല്ലേ വരുന്നത്. ദാറ്റ് ഈസ് ഈസി ടു ക്ലോസ്. അതെ, എന്താ വെച്ചാൽ നമ്മളെ തേടി ഇങ്ങോട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മളെ വർക്ക് കണ്ടു അല്ലെങ്കിൽ നമ്മളെ പിന്നെ പ്രോഡക്റ്റ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ടാക്കിൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ പോയാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥിരം ഒരു ക്ലീഷേ ഡയലോഗാണ്, നമുക്ക് എക്സിസ്റ്റിംഗ് സപ്ലയർ ഉണ്ട്, നമ്മളെ വെണ്ടർ ഓൾറെഡി ഉണ്ട്, നമുക്ക് ആവശ്യമില്ലെന്നാണ് സെയിൽസ്മാൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അവരെവിടെ കോൾഡ് കോൾ ചെയ്ത് അപ്രോച്ച് ചെയ്താലും ഇത് തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർ മീറ്റിംഗ് അപ്പോയിൻറ്റ് ചെയ്തിട്ടാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ പറയുന്ന അവർ കേൾക്കാനും അവർ പറയുന്ന നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും, ഇന്നത് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇത് ചെയ്താലാണ് നല്ലത്, അല്ല ഇത് ചെയ്ത് നമുക്ക് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ എന്താണോ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിലോട്ട് നമുക്ക് റെഡിയാക്കി തരാൻ പറ്റും എന്നുള്ള പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഈസി ആവുന്നുണ്ട്. നമ്മളെ കേൾക്കാൻ ഇവർ റെഡി ആവുന്നുണ്ട്, അവർ വിളിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എസ്പെഷ്യലി ഒരുപാട് അൽത്താഫിൻ്റെ വീഡിയോ കാണാറുണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ആണെങ്കിലും നിങ്ങൾ പറയുന്ന കുറേ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ദ മിനിറ്റ് നിങ്ങൾ വീഡിയോ ചെയ്ത് വരുന്നതിൻ്റെ മുന്നേയും ഇപ്പോഴും അതിലുള്ള ഡിഫറൻസ് എത്രത്തോളം? iDesign അറിയുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക്. iDesign സെയിൽസ്മാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് വർക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ iDesign ഒരു ഓണർ അൽത്താഫ് ആണെന്നോ അല്ല iDesign അൽത്താഫും തമ്മിലുള്ള ആ ഒരു ഇതൊക്കെ അറിയുന്നത് ആൾക്കാർ വീഡിയോ ഇട്ടതിന് ശേഷമാണ്. കുറേ ആൾക്കാർക്ക് എൻ്റെ പേര് പറഞ്ഞ് കേട്ടിട്ട് അറിയായിരിക്കും, പക്ഷേ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എനിക്കാദ്യം വളരെ മടിയായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇതിനോട് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യം അന്നുമില്ല, ഇന്നും കുറവാണ്. പക്ഷെ എന്നാലും ആൾക്കാർക്ക് നമ്മൾ അറിയാനും നമ്മളെ പറ്റി നമ്മളെന്താണെന്ന് നമ്മുടെ എക്സ്പീരിയൻസസ് അവരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ജേണിയിൽ MBA കഴിഞ്ഞ് ഡയറക്റ്റ് വന്നിട്ട് ബിസിനസ് ഒന്നും ചെയ്യല്ല. ആൾക്കാർ ബിസിനസ് ചെയ്യുമ്പോൾ ട്രയൽ ആൻഡ് എറർ ഉണ്ട്. അപ്പോൾ എല്ലാവരും എറർ ചെയ്തിട്ട് ഇതേണ്ട ആവശ്യമില്ല. നമ്മൾ എറേഴ്സ് ഒന്ന് കണ്ട് പഠിച്ച് അവർ ചെയ്താലും കുറച്ചും കൂടി അവർക്ക് ഈസി ആവും. അതാണ് കോച്ചസ് അല്ലെങ്കിൽ മെന്റേഴ്സ് ചെയ്യുന്നുള്ളത്. ആ കുഴിയിൽ വീഴണ്ട, കുറച്ച് കുഴികളുണ്ട്, അവിടെ നിന്ന് ചാടിക്കോ എന്നുള്ള ഒരു സജഷൻ. ചിലർ അതിന് നിൽക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളിൽ, ഓക്കെ, പേഴ്സണൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളിൽ അൽത്താഫിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഞാനത് വളരെ ഒരു ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. ഷെഫിൽ ശ്രദ്ധിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ എൻ്റെ കംഫർട്ടബിൾ ഡ്രസ്സാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ട്രാക്കും ടീഷർട്ടും ഇടാൻ വളരെ ഞാൻ കംഫർട്ടായിട്ടിരിക്കും. അപ്പോൾ ഞാൻ മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ പക്ഷെ നന്നായി ഡ്രസ്സ് ചെയ്തിട്ട് തന്നെ പോകും. അല്ല പിന്നെ ക്ലയൻറ്റ് മീറ്റിങ്സ് ആണെങ്കിൽ. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡൻസ് വെച്ചാൽ നല്ല ഡ്രസ്സിൽ പോയാൽ അവരതിനനുസരിച്ച് നമ്മളെ കാണുമ്പോഴും എന്താ വെച്ചാൽ അതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മൾ തന്നെ വളർന്നു വന്നൊരു ഇത്, നമ്മളൊരു കോട്ടും സൂട്ടൊക്കെ ഇട്ടുള്ള ആൾ കണ്ടാൽ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളി വലിയ ആരോ ആണെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഇന്ത്യൻസിന് സ്പെഷ്യലി ഏഷ്യൻസിന് ഉണ്ട്. എന്താ വെച്ചാൽ യൂറോപ്യൻസ് ഇപ്പോൾ കണ്ടാലറിയാം, അവർ ടീഷർട്ടും ഒരു ബർമുഡ ഇട്ടിട്ടാണ് വന്ന് ഇരിക്കുന്ന എവിടെയും സംസാരിക്കുന്നത്. അപ്പൊ അവര് നമ്മൾ കമ്പയർ ചെയ്യാനും നമുക്ക് പറ്റില്ല. അവരതിടുന്ന വെച്ച് നമ്മളത് ഇട്ട് പോയാൽ നമ്മൾ ഓടിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ക്ലയന്റ് വന്നു, പക്ഷെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തില്ല. അതായത് എന്നെ അറിയുന്ന ആളെ തന്നെയാണ് പുള്ളി, ഫോണിലെ അറിയും, പേരിലും അറിയും. അല്ല നമ്മൾ ഓഫീസിൽ വന്നു, ഓഫീസിൽ വന്നിട്ട് ഞാനവിടെ മീറ്റിങ്ങിൻ്റെ അടുത്ത് നിന്നിട്ട് നോർമലി ഇത് ട്രാക്കും ടീഷർട്ടിലുള്ള പുള്ളി വന്നില്ല, ചോദിച്ച് അകത്തൊക്കെ പോയി. ഇത് എന്നെ ഒരു മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി എന്താ എന്നെ തീരെ വില വെച്ചില്ല. സംഭവം പുള്ളിയുടെ മനസ്സിൽ അൽത്താഫ് എന്ന് പറയുന്നൊരു ഇമേജ് വേറെയായിരുന്നു. ഇവിടെ കണ്ടിട്ടാകുമ്പോ അയ്യോ ഇതാരോ എന്നുള്ള രീതിയിൽ പുച്ഛിച്ചു തള്ളിപ്പോയി. എന്നിട്ട് പിന്നെ പോയി പറഞ്ഞു ഞാനാണ്. അതെ, ഞാൻ പോയി അങ്ങോട്ട് പോയി, ഓ അപ്പോൾ പുള്ളിക്ക് സൗണ്ടിലായിട്ട് ഓക്കെ, പുള്ളി ആകെ ഒരു പുള്ളി ചമ്മി, അയ്യോ ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ള. പുള്ളി എൻ്റെ എന്നോട് പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ വേറെ ആരോ എന്ന് വിചാരിച്ച. അൽത്താഫ് ആകുമ്പോൾ അൽത്താഫ് ഓണറല്ല, അൽത്താഫ് ഇവിടെ ഇരിക്കില്ല എന്നുള്ള. അല്ല, എനിക്ക് ഷെഫീലിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ ഷെഫീൽ പുതിയ പുതിയ സ്ട്രാറ്റജി ഒക്കെ ആയിട്ട് ഇങ്ങനെ
ഞാൻ കാണാറുണ്ട് ഷെഫിലെ വീഡിയോസൊക്കെ. നമ്മളുമായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സമയത്തും ഷെഫിൽ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്താലും നല്ലതാണ്, എന്ത് ചെയ്യേണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഷെഫിൽ ഇത് എങ്ങനെയാണ് മീൻസ് ഈ AI കാലഘട്ടത്തിൽ എന്താണ് നെക്സ്റ്റ് അടുത്തത് നമുക്ക് ബ്രാൻഡിങ്ങിൽ എങ്ങനെയാണ് അതിനുള്ളൊരു ഇതിലിപ്പോൾ ഞാൻ നോക്കുന്ന എപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ എന്താ നടക്കണമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പ്രോംപ്റ്റും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം, 2 തരം മാർക്കറ്റിങ്ങുകളിൽ ഒന്ന് ഗിമ്മിക് മാർക്കറ്റിംഗ് ഉണ്ട്, ഒന്ന് ഒതൻറ്റിക് മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഗിമ്മിക് മാർക്കറ്റിംഗ് പറഞ്ഞാൽ AI വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ അങ്ങനെ ആക്കുന്നു, അല്ലെങ്കിൽ ബ്രാൻഡിനെ, അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഗിമ്മിക്കിന് വേണ്ടിയിട്ട് ചിലവ് ചെയ്യുന്നത്. ഇപ്പുറത്ത് ഒതൻറ്റിക്കാണ്. ഒതൻറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത്, ഇത് റിയൽ അസ്. അതെ. എന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ് ഓണറെ നമ്മൾ എന്ത് ചെയ്യുക, ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവർ റിയൽ സ്റ്റോറീസ് ഷെയർ ചെയ്യുക. എപ്പോഴും നമ്മൾ എന്താ പറയുക പെർഫെക്റ്റ് ആണ് എന്നുള്ളത് കാണിക്കാതെ എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്, എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ മെല്ലെ മെല്ലെ വരുന്നത്. അപ്പോൾ കാണുന്നവർക്കൊരു ബാഡ് ഇംപ്രഷൻ തോന്നാൻ പാടില്ല. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വേറെയാണ്. നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ വെച്ചിട്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ബ്രാൻഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും. ഒതൻറ്റിസിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഗിമ്മിക്കായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബ്രാൻഡിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഈ പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇനിയുള്ള കാലഘട്ടത്തിൽ ഒതൻറ്റിക്കായിട്ട് നിൽക്കുന്നവർക്കാണ്, വളരെ ചുരുക്കം ആൾക്കാരാണ് ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്നുള്ളൂ. അതെ, ബിസിനസ്സിനെ സംബന്ധിച്ചോളം ബിസിനസ് എന്തുണ്ടെങ്കിലും ആൾക്കാർ പറയും അത് പീപ്പിൾ ടു പീപ്പിൾ ആണ്. അതെ, പീപ്പിൾ ടു പീപ്പിളിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസ് റിയൽ ആയിട്ട് ജെനുവിൻ ആയിട്ട് വരണം, എന്നാലേ ആൾക്കാർക്ക് അതൊന്ന് കണക്ട് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈല് ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടാണ് ആൾക്കാർ ഷോ ഓഫ് കാണിക്കുന്നത്. പക്ഷെ പണ്ട് നമ്മളൊക്കെ ചെയ്തിരുന്നു, അതായത് ഫോട്ടോ ഇട്ട് BGM ഒക്കെ കയറ്റി നമ്മളെന്തോ സംഭവമാണെന്നുള്ള പോലെ. പക്ഷെ അതിലൊന്നല്ല കാര്യം. ഈ പറഞ്ഞ പോലെ ID മുസ്തഫയുടെ കേസൊക്കെ എടുത്ത പോലെ തന്നെ ഒരുപാട് ആളുകൾ എൻ്റർപ്രനേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ഉള്ളിലൊരു വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് മുറുകെ പിടിച്ച് ഈ പറഞ്ഞ പോലെ വിൻ സിറ്റുവേഷനിലേക്ക് നോക്കുമ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ നീങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്തുള്ളൂ. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുന്നോട്ട് പോകും തോറും അതൊരു ലൈവ് വീഡിയോസിലേക്കാണ് പോകുന്നത്. ദ ട്രെൻഡ് ഈസ് ഗോയിങ്. അപ്പോൾ ഇപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പേടിയുള്ള ഒരുപാട് വിഷനറീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ വഴി വളരെ ക്ലിയറാണ്, ആ വിഷനറീസിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അവർക്ക് ഒരുപാട് സാധ്യതകളും ഓപ്പർച്യൂണിറ്റീസും കൊണ്ടുവരിക എന്നുള്ളതും അതിലൂടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വൈ. അപ്പോൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ബ്രാൻഡ് ആസ് എ പേഴ്സണൽ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ സർവീസ് ഇപ്പോൾ കൊടുക്കുന്നുള്ളത് ഇതിൽ നിങ്ങളെ സൈഡാണെങ്കിൽ? ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സർവീസ് ഉള്ളത്. ഒന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങും ഒന്ന് കമ്പനി ബ്രാൻഡിങ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് 1-to-1 കോച്ചിങ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ അവർക്ക് ഷൈ ആണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതേപോലെ അവർക്ക് ഒതൻറ്റിക്കായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പേഴ്സണൽ സ്റ്റോറി വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒതൻറ്റിക്കായിട്ട് ആളുകളെ എങ്ങനെ നമ്മുടെ ശരിയായിട്ടുള്ള പിക്ചർ കാണണം. കാരണം മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാനൊരു ചോയ്സ് ഉണ്ടാവില്ല. എല്ലാവരും ചലഞ്ചിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. കടം വാങ്ങിയിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവരൊക്കെ കാണുന്നത് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഇതായിരിക്കും. അപ്പോൾ റോങ് ഇംപ്രഷൻ്റെ മുന്നേ നമ്മൾ ആസ് എ ബിസിനസ് ഓണേഴ്സ് ഇതാണ് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒതൻറ്റിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് അറ്റാക്ഡ് ഒരു ആൾക്കാർക്ക് അതൊരു എന്താ വളരെ സ്നേഹം കൂടി തോന്നുന്നുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞ ID മുസ്തഫ ആണെങ്കിലും അല്ല ഫാറൂഖ് സെൻസിയൊക്കെ ആണെങ്കിലും പുള്ളിയൊക്കെ അടിപൊളി ലീഡർഷിപ്പ് കോച്ചാണ്. പുള്ളിയെ പറ്റിയിട്ടൊന്നും മുമ്പ് പുള്ളി നല്ല ഉയരങ്ങളിലെത്തിയ ആളാണ്. പിന്നെ വേൾഡ് റെക്കോർഡ്സൊക്കെ കിട്ടിയത്, ഗിന്നസ് റെക്കോർഡ്സൊക്കെ കിട്ടിയ ആളാണ്. പക്ഷേ എന്നാലും ആൾക്കാർക്ക് അറിഞ്ഞിരുന്നില്ല പുള്ളി ക്യാമറയുടെ മുമ്പിൽ വരുന്നിടത്തോളം. വന്ന സമയത്താണ് പിന്നെ പുള്ളിയായിട്ട് അടുത്തിട്ടാകുമ്പോൾ ഭയങ്കര നമുക്ക് സ്നേഹം തോന്നും.
വാല്യൂസ് ഒക്കെ അടിപൊളിയായിട്ട് പിടിച്ച് അതുപോലെ നിൽക്കുന്ന ആൾക്കാർ. അതേപോലെ റിയാസ് ഹക്കീം. പിന്നെ അതുപോലെ ഞാനിപ്പോൾ റീസെൻ്റ്ലി എനിക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ടത് നമ്മളെ അജ്ഫാന്റെ മുതലാളി. പുള്ളി കുറച്ചാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിലും പുള്ളിയെ നമുക്ക് അജ്ഫാൻ എല്ലായിടത്തും കാണാം, 100-ലധികം ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷെ അതിന്റെ മുതലാളി ആരാണെന്നോ അല്ല, അത് പുള്ളി ഇപ്പൊ സോഷ്യൽ മീഡിയയില് കുറച്ച് ഫേസ് കാണിക്കാൻ തുടങ്ങിയ ശേഷം പുള്ളിയോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോ പുള്ളി ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഈ ID മുസ്തഫയുടെ കേസ് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ പൊറോട്ട ആണെങ്കിൽ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിൽ വീട്ടിലേക്കുള്ളത് ഐഡിയ വാങ്ങുന്നുള്ളൂ. കാരണം ദേ ഗോട്ട് എ ലൈഫ് ടൈം കസ്റ്റമർ. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്റ്റോറിക്ക് ശേഷം ആ ഒരു ബ്രാൻഡിനോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് ഓട്ടോമാറ്റിക്. അതെ, ആരോ പറയുന്നത് കേട്ട ഒരു വീഡിയോയിൽ, അതായത് ലുലുവിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് താഴെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാനതെടുത്ത് മുകളിൽ വെക്കും. കാരണം അത് യൂസഫ് അലീനെ ആലോചിച്ചിട്ട്. അപ്പൊ അത്രത്തോളം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. യൂസഫ് അലി നിങ്ങളെ നാട്ടുകാരനാണല്ലോ അല്ലേ? അതെ, തൃശ്ശൂരാണ്. വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. ആള് ഏതൊരു ഇവന്റിൽ എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു ഷോർട്ട് വിഷ്വൽ എന്തോ ഞാൻ കണ്ടിട്ടുള്ളൂ പുള്ളിയുടെ വീഡിയോ. അല്ല, ഇത് ഞാൻ റിയൽ ആയിട്ട് കേട്ടതാ. ഞാൻ അജ്മാനിൽ കണ്ടെന്ന് പറഞ്ഞില്ലേ, റിയൽ ആയിട്ട് ആ സ്റ്റേജിൽ പുള്ളി പറഞ്ഞൊരു ഷെയർ ചെയ്താണ്. പുള്ളി തുടങ്ങിയതും ചെറിയൊരു മോപ്പഡ് ബൈക്ക് എടുത്തിട്ട് അതിൽ പോവാൻ. അതെ, അത്രേ ഉള്ളൂ. പുള്ളി ഒരു കസിനും കൂടിയിട്ട് ഒരു മിക്സർ ഗ്രൈൻഡർ വാങ്ങിയിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരു ഷോപ്പ്, ബാംഗ്ലൂരിലൊരു ഷോപ്പ്, പെട്ടെന്ന് രാവിലെ കോളാണ്. എന്താ വെച്ചാല് ദോശമാവിന്റെ ഇത് വെച്ചിട്ട് എന്തോ സംതിങ് സംഭവിച്ചൊന്ന്, അതിനൊരു എഫക്റ്റ് വരുന്നുണ്ടല്ലോ, എന്തോ സ്മെല്ലോ എന്തോ ആയിട്ട് ഇയാള് വിളിച്ചത് കംപ്ലൈന്റ് ഒക്കെ ചെയ്തു. അപ്പൊ പുള്ളിക്ക് ഓടി എത്താനുള്ള ഒരു അവസ്ഥയില്ല, ചെറിയ മൊപ്പേഡൊക്കെയാണ്. അതൊക്കെ പുള്ളി സംസാരിച്ചിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ അതിൽ നമ്മളെ വാല്യൂസ് ആദ്യം നോക്കണം. വെറുതെ കിട്ടിയത് എടുക്കലല്ല, അത് എന്തിനാണ്, എവിടെയാണ്, നമ്മളെ എത്തിക്സിനൊക്കെ പറ്റുന്നതാണോ നോക്കിയിട്ട്. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിലുള്ള ഒരു നോളേജ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം അടുത്ത ഒരു 2 or 3 years മുന്നേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും വൈഫിൻ്റെ റിലേഷൻഷിപ്പിൽ ഡൈവേഴ്സിൻ്റെ ആ ഒരു വക്കിലൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഞാനിതേപോലെ ഫൈസൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ യെസ്, അപ്പോൾ പുള്ളിയായിട്ട് അങ്ങനെ ഒരുപാട് നോളേജ് മുപ്പര് ഷെയർ ചെയ്യുന്നു. അതേപോലെ മുപ്പര് ഓരോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാൻഡ്മാർക്കിൻ്റെ ട്രെയിനിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. പുള്ളിയാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യം എനിക്ക് ലൈഫിൽ വളരെ ഇമ്പാക്റ്റ് ചെയ്തു. കാരണം ഇതിലിപ്പോൾ 2 ഹ്യൂമൻ തമ്മിൽ ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ തന്നെ മറകളുണ്ടാവും. നമുക്ക് ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഹണിമൂൺ സെഷൻ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞാൽ ഓരോ ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം തമ്മിൽ എന്തുണ്ടാവും, ലെയേഴ്സ് ക്രിയേറ്റ് ആവും. ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ലെയറിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ എന്താണോ അവരെ കുറിച്ച് വിചാരിച്ച് ആ ലെയറിൽ കൂടെയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അസംഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ലെയേഴ്സ് ഓരോ ഇൻസിഡൻ്റ് ആവും തോറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇത് പറയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വൈഫിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാനിത് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെയേഴ്സിന് ശേഷം എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, ഞാനിത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നീ എന്നോട് പറയുക, ഓപ്പണായിട്ട് പറയുകയെന്ന്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ എഴുതി എന്തൊക്കെയാണെന്ന്. നോക്കുമ്പോൾ 4 പേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. 4 പേജ് ഫുള്ളായിട്ട് എന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ, ഫുള്ള് നെഗറ്റീവ്സ്, എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഫുള്ള് നെഗറ്റീവ്സ്, 4 പേജ് ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, എൻ്റെ ബ്ലൈൻഡ് സ്പോട്ടായിരുന്നു, അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് നോക്കി, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എൻ്റെ സൈഡിൽ നിന്ന് വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനിത് ഓരോ കാര്യങ്ങളും എടുത്ത് പറയാൻ തുടങ്ങി. അതായത് നിനക്ക് ഇന്ന ടൈമിൽ ഇത് ഫീൽ ചെയ്തു, ഞാൻ ഉദ്ദേശിച്ചത് ഇതായിരുന്നു, പക്ഷേ നിനക്ക് ഇങ്ങനെയാണ് തോന്നിയത്, സോറി, അത് എൻ്റെ മിസ്റ്റേക്കാണ് എന്നുള്ളത് ഓരോ ലെയേഴ്സ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് അത് പറഞ്ഞതിന് ശേഷം ഇറ്റ് ബിക്കംസ് ബോണ്ടിങ് ഭയങ്കരമായിട്ട് വന്നു. കാരണം പിന്നെ നമുക്ക് ഇതേപോലെ ഓപ്പണായിട്ട് കാണാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഓക്കെ, ഇപ്പോൾ 100-ൽ വെറും 0.1% നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം. ഇനി പോട്ടെ, ഒരു 2% ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് ആ കഴിവ് ഉണ്ടാവില്ല. പക്ഷേ ഈ കഴിവ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ള അറിയാം. പക്ഷെ ബാക്കിയുള്ള അത്രയും പെർസെൻറ്റേജ്, അറൗണ്ട് 90-something% അതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ്. നമുക്ക് തന്നെ അറിയില്ല നമുക്ക് എന്താ അറിയാത്തതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ
ഈ എൻ്റർപ്രണർഷിപ്പ് ജേണിയിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മെൻറ്റർഷിപ്പും ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ലേണിങ്സിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പോഴീ പറഞ്ഞ പോലെ 95% ഓപ്പൺ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ആര് പറയണു എന്നുള്ളതല്ല, നമ്മൾ എന്ത് പറയണു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ലൈഫിൽ ഈ ഫൈസൽ ഇബ്രാഹിം എന്ന് പറയുന്ന പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് ചെയ്തിട്ടുള്ളത്. അതൊരു നോളേജ് ആണെങ്കിൽ പോലും ഇറ്റ് ഹെൽപ്പ് ഇൻ എ ലോട്ട് ഓഫ് വേ. കാരണം എന്താ വെച്ചാൽ അത് ഹ്യൂമൻ ടു ഹ്യൂമൻ ആണ്. ദ സെയിം തിങ് ഹാപ്പനിങ് ടു അവർ കമ്പനി ഓൾസോ. കാരണം ഒരു കമ്പനിയിൽ നടക്കുന്ന എന്താ, നമ്മളൊരു സ്റ്റാഫിനോട് ഒരു കാര്യം പറയുകയാണ്, അതായത് ഇതിൽ പറയുന്നതാ നമ്മൾ അസംഷൻസ് എപ്പോഴും ഒഴിവാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ ഷൂവിൽ കാല് ഇട്ടിട്ടാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളെ സൈഡ് നമ്മൾ നോക്കാം, എന്താണ് ഉദ്ദേശം, അവരുടെ സൈഡും കൂടി അത് കേൾക്കാം, എന്നിട്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താം. ഇതറിയുന്നില്ലല്ലോ നമ്മൾ പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. ഇപ്പൊ ഞാൻ പറയും ഷെഫീൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാകും, ഷെഫീൽ ആയിരിക്കില്ല അൽത്താഫ് ഉദ്ദേശിച്ച് അങ്ങനെ ആയിരിക്കും. നമ്മൾ രണ്ടുപേരും അസംഷൻ ചെയ്യാണ്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം വരുന്നത്. തീർച്ചയായിട്ടും അത് ഒഴിവാക്കിയാൽ തന്നെ കുറെയൊക്കെ നമുക്ക് അതിൽ സ്റ്റോറീസ് എന്നാണ് ആ ഒരു വേർഡിങ്സ് പറയുന്നത്. കാരണം നമ്മൾ തന്നെ അവരെ കുറിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് അൺലിമിറ്റഡ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഇൻസിഡന്റിന്റെ മുകളിൽ ഒരുപാട് അൺലിമിറ്റഡ് സ്റ്റോറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ബിസിനസ് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, നമുക്ക് ഇതൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ റീൽസ് എടുത്താൽ കുറച്ച് റീൽസ് ചെറിയൊരു കട്ട്സ് മാത്രമാണ് നമുക്ക് കേൾക്കുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, അത് അവരെ തിരഞ്ഞ് യൂട്യൂബിലൊക്കെ പോയി അത് കേൾക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് കുറേ ഇങ്ങനത്തെ സ്റ്റോറീസ് ആണെങ്കിലും കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ നമ്മുടെ ഹഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ഹഫ്സൽ അറിയില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ദുബായിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ആളെ അക്കൗണ്ട്സിൽ എന്തോ വർക്ക് ചെയ്യണ ടൈമാണ് ഇവിടെ ദുബായിൽ. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ വീഡിയോ ചെയ്യണം പറഞ്ഞിട്ട് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ. പക്ഷേ പുള്ളിനായിട്ട് കണ്ടതിൽ ഒരു സ്പെഷ്യൽ സംഭവം പുള്ളി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഷെയർ ചെയ്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. പുള്ളി ഓരോ ദിവസവും ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതായത് ഈവൻ എന്നെയും എൻ്റെ പാർട്ട്ണറെയും മീറ്റ് ചെയ്ത ദിവസം പോലും പുള്ളി നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും തോറും ദൈവം അവരെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൂടുതൽ എഴുതാൻ വേണ്ടിയിട്ട് കൂടുതലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, 1-2 ആൾക്കാരുടെ വീഡിയോസിലൊക്കെ ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര 1-2 ആൾക്കാർ പറഞ്ഞു. എനിക്കൊന്ന് പേളിമണി അവളൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അവള് ഇത് ചെയ്യും. ഒന്ന് മാനിഫെസ്റ്റേഷൻ അവള് ചെയ്യും, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ചെയ്തു. രണ്ടുമാണ് അവളൊക്കെ പറഞ്ഞത്. നമ്മുടെ കമ്പനിയിലുള്ള ഹാബിറ്റാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് മീറ്റിംഗ് അതിന്റെ മുന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. കാരണം എല്ലാവരുടെയും മോർണിംഗ് നമുക്ക് ഒന്നും കൂടി പറഞ്ഞാൽ കാരണം നമുക്കറിയില്ല നമുക്കിപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ കംപ്ലീറ്റ് ആവുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ കിട്ടിയ ബെനിഫിറ്റ്സിന് നമ്മൾ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും സിമ്പിളാണെന്നുള്ളത് നമ്മുടെ മൈൻഡിന് റിയലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആരോഗ്യമായിട്ട് ഇന്നത്തെ ദിവസം എഴുന്നേറ്റു, നല്ലൊരു ദിവസമായിട്ട് നീറ്റു, ഹെൽത്ത് അൽഹംദുലില്ലാ എല്ലാം ഉണ്ട്. അല്ല, അതൊക്കെ നമ്മളെ മൈൻഡിൽ ഉള്ള ഇതാണ്. മീൻസ് നമ്മളൊരു മൈൻഡ് സെറ്റാണ്, അത് നല്ല പോസിറ്റിവിറ്റിയിലോട്ട് പോകും. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് സ്ട്രെസ് കുറേ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും തോറും വരുന്ന പ്രശ്നങ്ങൾ വളരെ ചെറുതായിട്ട് വരും. പിന്നെ അതുപോലെ ഈ വരുന്ന ചലഞ്ചുകൾ പോലും തരുന്ന ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരു എൻ്റർപ്രനറിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരുപാട് ചലഞ്ചുകളുണ്ട്. സാലറി, പിന്നെ പേയ്മെൻറ്റ്സ്, അത് ഇത്. അപ്പോൾ ഈ ചലഞ്ചുകൾ ഇട്ട് തരുന്ന ആളോട് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. തരുന്നത് നീയാണ്, അതിനുള്ള സൊല്യൂഷനും കൂടി തായും. അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ചലഞ്ചിങ് ആയിട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സബ്മിഷനിലാണ് ഉള്ളത്. കാരണം നമ്മുടെ കൺട്രോളിലല്ല ഒന്നും നടക്കുന്നത്. അതെ അതെ അതെ, ആ ഒരു ബേസിക് കാര്യം അറിഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ എന്തൊക്കെ വരാനുണ്ടോ അതൊക്കെ വരും. വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന് പറയുന്നില്ല. അതുപോലെ നമുക്ക് എന്താണോ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് തന്നെ കിട്ടും. തീർച്ചയായിട്ടും whatever is meant for us, no, it will come back to us. അതെ. ഇപ്പോൾ നമ്മുടെ ടീമാണെങ്കിലും ചില ആൾക്കാർ വന്നിട്ട് പറയും മറ്റേ കോമ്പറ്റീറ്റർ കണ്ടില്ലേ, ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യണം. അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് ഇത്രയേ ഉള്ളൂ.
എൻ്റെ ടീമിന് എൻ്റേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് വയറ്റിക്ക് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ക്ലയൻറ്റിനും എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ അടുത്തേക്ക് എത്താൻ അവർ വരും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോസസ്സിലാണ്. ഓരോ ദിവസവും 1% ഇമ്പ്രൂവ് ചെയ്തിട്ട് മനസ്സിലാക്കുക മിസ്റ്റേക്ക് എവിടെ, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ആ ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമ്മുടെ ടീം ഇതേപോലെ അവിടെ പോഡ്കാസ്റ്റ് റൂം ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം മടിച്ചു വന്നു. പോഡ്കാസ്റ്റിലൊക്കെ ഇരുന്നിട്ട് എന്താ ഇപ്പോൾ പറയേണ്ടത്. ഇപ്പം അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അയ്യോ അത് അവിടെ ഇരുന്ന് എന്തോ അഭിനയിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അത് ഞാൻ ചോദിച്ചത്. എന്താ സ്ക്രിപ്റ്റ് എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ. അപ്പോൾ ഷെഫിൽ പറഞ്ഞ കാര്യം സ്ക്രിപ്റ്റൊന്നുമില്ല, എന്താണോ ജെന്യൂൻ ആയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യേണ്ടെന്നും ആവശ്യമില്ല, ഡയറക്റ്റ് വന്നിരുന്നാൽ മതി. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയി വന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. നോർമൽ കേസസിൽ ക്യാമറ ഫ്രണ്ട് കണ്ടാൽ തന്നെ പിന്നെ എൻ്റെ മനസ്സിലുള്ളതൊന്നും പുറത്തു വരില്ല. ക്യാമറയെ കണ്ടാൽ തന്നെ അയ്യോ എന്താ ക്യാമറയോട് ഇനി എനിക്കൊരു പറയാൻ തോന്നുന്നില്ല. അപ്പോൾ അതിന് പകരം ഇന്നിപ്പോൾ നമ്മളിരുന്ന് ഇവിടെ ഇരുന്ന് നോർമലായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്കതിലൊരു അവിടെ അവർ ക്യാമറ ഉണ്ടെന്നോ അല്ല ഇരിക്കുന്നുണ്ടെന്നോ അല്ല വേറൊന്നും ആ ഒരു തോന്നലൊന്നും വന്നില്ല. നമുക്ക് സിമ്പിളായിട്ടത് ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെയാണ് ചലഞ്ചസ് ഉണ്ടാവുക, എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ്. അപ്പം അത് ഷെഫീൽ ഇപ്പോൾ എൻ്റെ ഒരു ആ ഒരു തോട്ടിനെ മാറ്റി തന്നു. ഈ പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യല്ല, നോർമലായിട്ട് നമ്മൾ പറഞ്ഞിരിക്കലാണെന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പം നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അല്ലേ, അതിന് പിന്നെ ചിന്തിക്കേണ്ടോ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്താണോ വന്ന വഴി അത് നമ്മൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ജെന്യൂൻ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്നു. ഇതിലൂടെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. അതിലൂടെ ആ വാല്യൂസ് ഈ പറഞ്ഞ ഐ.ഡി. മുസ്തഫയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ആ വാല്യൂസ് ക്ലിക്ക് ആവുന്ന ആളുകളും നമ്മളായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് അതിലൂടെ ബിസിനസ് നല്ല രീതിയിൽ. അതെ, ലൈക്ക് മൈൻഡഡ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയാണ്. ഇപ്പം നമ്മളെ സംസാരവും അല്ല നമ്മളെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് അവർക്ക് നമ്മളോടൊരു കണക്ഷൻ കിട്ടും. എന്തായാലും നമുക്കും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ചാൻസസും കിട്ടും, പുതിയ ആൾക്കാരുമായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി അടുത്ത വീഡിയോസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അൽത്താഫിൻ്റെ ആണെങ്കിൽ പോലും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഷോർട്ട്ലി നമുക്ക് ചെയ്യാം. ഓക്കെ.